അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. യോഹന്നാനെഴുതിയ സുവിശേഷം എന്ന പുസ്തകത്തിന്റെ 9ാമത്തെ ക്ലാസ്സിലേക്കാണ് നമ്മളിന്ന് പ്രവേശിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 8 ക്ലാസ്സുകളിൽ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 2 അധ്യായങ്ങൾ പഠിച്ച് പൂർത്തീകരിക്കാൻ കർത്താവിന്റെ ആഗ്രഹം. തുടർന്ന് നമ്മൾ ചിന്തിക്കുന്നത് 3ാം അധ്യായത്തിലുള്ള ഏക്കാണ് നമ്മുടെ പഠനത്തിന്റെ എന്ന് പ്രവേശിക്കുന്നത്. അപ്പൊ കഥ പറഞ്ഞ കാര്യത്തിന്റെ ഒരു ആവർത്തനം അല്ലെങ്കിൽ അത് ഒന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടിയാണ് 3ാം അധ്യായം രേഖപ്പെടുത്തി. അപ്പൊ ഇത് പറഞ്ഞാണ് അവസാനിപ്പിച്ചത്. യേശു എല്ലാവരെയും അറിയുകൊണ്ട് തന്നെത്താൻ അവരുടെ പക്കൽ വിശ്വസിച്ചേൽപ്പിക്കില്ല. മനുഷ്യനുള്ളത് എന്ത് എന്ന് സ്വതവേ അറിഞ്ഞിരിക്കുക. തനിക്ക് മനുഷ്യരെ കുറിച്ച് യാതൊരുത്തിന്റെയും സാക്ഷ്യം ആവശ്യമായിരുന്നില്ല. ആ പറഞ്ഞിരിക്കുന്ന വചനങ്ങളുടെ തുടർച്ചയാണ് 3ാമത്തെ അധ്യായത്തിന്റെ പ്രാരംഭ വാക്കുകൾ. നിക്കോദോമസിനോടുള്ള ബന്ധത്തിൽ രേഖപ്പെടുത്തിയ വിഷയങ്ങൾ അതുകൊണ്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. ഇവിടെ 3ാം അധ്യായത്തിന്റെ പ്രാരംഭ വാക്കുകൾ വായിക്കുമ്പോൾ പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായി നിക്കോദേമോസ് എന്ന പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ രാത്രിയിൽ അവന്റെ അടുക്കൽ വന്ന് അവനോട്, റബി, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം തന്നോട് കൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന ഈ അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ യഹൂദ പ്രമാണിയായിരിക്കുന്ന നിക്കോദോമോസ് വന്ന് യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറയും. മോളിയെ കഥ പറഞ്ഞത് അതേ വിഷയം തന്നെയാണ് ഇവിടെ ആവർത്തിച്ച് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിന്റെ തുടർച്ചയാണ്. കഥ പറഞ്ഞ് എനിക്ക് മനുഷ്യന്റെ സാക്ഷ്യം ആവശ്യമില്ല, കാരണം മനുഷ്യരുള്ളത് എന്തെന്ന് അറിയാം. അപ്പൊ അത് വ്യക്തമാക്കാൻ വേണ്ടി നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി അല്ലെങ്കിൽ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയാണ് നിക്കോദോമസിന്റെ വിഷയം ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ ദൈവത്തിന്റെ ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്നൊരു വലിയ സാക്ഷ്യമാണ് നിക്കോദോമസ് വന്ന യേശുവോട് പറഞ്ഞത്. അപ്പോൾ യേശു ചെയ്ത അടയാളം അതിന്റെ 2ാമത്തെ 23ാം വാക്യത്തിലുണ്ട്. പെസഹ പെരുന്നാളിൽ യെരൂശലേമിൽ ഇരിക്കുമ്പോൾ അവൻ ചെയ്ത അടയാളങ്ങൾ കണ്ടിട്ട് പലരും അവന്റെ നാമത്തിൽ വിശ്വസിച്ചു. അപ്പോൾ കർത്താവിന്റെ പ്രവൃത്തി ആരംഭിച്ചിട്ട് അത് പിന്നീട് നിർത്താത്ത ഒരു പ്രവൃത്തിയായിരുന്നു. ഒരു നിമിഷം പോലും അതിനൊരു ഇടതളവില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ അത് നിന്നിട്ടില്ല. കർത്താവിന്റെ അത്ഭുത പ്രവൃത്തികൾ അത് വർണ്ണിക്കാൻ കഴിയാത്ത വിധത്തിൽ വലിയതായിരുന്നു. നമ്മൾ വിചാരിക്കുന്നത് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് യേശു ചെയ്തത് എന്ന് ചിന്തിക്കരുത്. അങ്ങനെയല്ല. അപ്പോൾ കർത്താവ് ചെയ്തപ്പോൾ ഇത് വളരെയധികം അടയാളങ്ങൾ ചെയ്തു. എല്ലാം കൂടെ എഴുതാൻ പറ്റത്തില്ല, അങ്ങനെ എഴുതാൻ സാധിക്കത്തില്ല എന്നുള്ളതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ പ്രവൃത്തിയെ കുറിച്ച് അടയാളങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് മാത്രം ആണ് എന്ന് നാം ചിന്തിക്കാൻ പാടില്ല. എത്രയോ അടയാളങ്ങൾ ചെയ്തു. ഇപ്പോൾ കാനാവിലെ കല്യാണത്തിന്റെ അടയാളം കർത്താവ് ചെയ്ത് ആരംഭിച്ച് തുടങ്ങിയ ശേഷമായി കർത്താവ് അവസാനത്തെ അടയാളത്തെ കുറിച്ച് പറഞ്ഞു, തന്റെ ശരീരമാകുന്ന ഈ മന്ദിരം പൊളിക്കും, അത് 3 നാൾ കൊണ്ട് പണിയും, അതാണ് ഏറ്റവും വലിയ അടയാളം എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് തന്റെ പ്രവൃത്തി അവിടെ ആരംഭിച്ച് അതിന്റെ അവസാന അടയാളവും കർത്താവ് പറഞ്ഞാണ് ദൈവം തന്റെ ശുശ്രൂഷകൾ വളരെ വേഗത്തിൽ ചെയ്തത്. അതേക്കുറിച്ച് യോഹന്നാൻ രേഖപ്പെടുത്തി. സുവിശേഷം എന്റെ 20ാം അധ്യായം 30-31 ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റനേകം അടയാളങ്ങളും യേശു തന്റെ ശിഷ്യന്മാർ കാണുക ചെയ്തു. എന്നാൽ യേശു ദൈവത്തിനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുന്നതിനും ഇത് എഴുതിയിരിക്കുന്നു. അപ്പൊ അങ്ങനെ കഥ പറഞ്ഞു. അതിന്റെ അവസാന അധ്യായം 21ാം അധ്യായം അതിന്റെ 25ാമത്തെ വാക്യം, യേശു ചെയ്തത് മറ്റു പലതുമുണ്ട്, അത് ഓരോന്നായി എഴുതിയാൽ എഴുതിയ പുസ്തകങ്ങൾ ലോകത്തിൽ തന്നെയും ഒതുങ്ങുകയില്ല എന്ന് ഞാൻ നിരൂപിക്കും. അപ്പോൾ 20ാം അധ്യായത്തിൽ എഴുതി പറഞ്ഞ അതേ വിഷയം 20ാം അധ്യായത്തിൽ എഴുതി പൂർത്തീകരിച്ചിരിക്കുക. യേശു ചെയ്ത് മറ്റു പലതുമുണ്ട്, അത് ഓരോന്നായി എഴുതിയാൽ എഴുതിയ പുസ്തകങ്ങൾ ലോകത്തിൽ തന്നെയും ഒതുങ്ങുകയില്ല എന്ന് ഞാൻ നിരൂപിക്കും. അത്രമാത്രം പ്രവൃത്തികളാണ് കർത്താവ്. നമുക്ക് വിചാരിക്കുന്നത് ഒരു അതിശോക്തികരമായ കാര്യമല്ലേ?
ലോകത്തിൽ തന്നെ ഒതുങ്ങാത്ത പുസ്തകം എഴുതുന്ന എന്താണ് ഇത്ര പ്രവൃത്തി ചെയ്തതെന്ന് ചിന്തിക്കും. അത് മനസ്സിലാകണമെങ്കിൽ 6 ദിവസം കൊണ്ട് വചനമാകുന്ന ക്രിസ്തു, വചനമാകുന്ന ദൈവം 6 ദിവസം കൊണ്ട് സൃഷ്ടിച്ചെടുത്താണ് പ്രപഞ്ചം. ഈ കാണുന്ന ആകാശഭൂമി, നക്ഷത്ര രാശികൾ, മനുഷ്യൻ, പക്ഷിമൃഗങ്ങൾ, ഇതെല്ലാം വചനത്താൽ ഉളവാകപ്പെട്ടതാണ്, ദൈവത്താൽ ഉളവാകപ്പെട്ടതാണ്. ഇതേക്കുറിച്ചെല്ലാം എഴുതി കഴിഞ്ഞാൽ എവിടെ തികയാണ്? അങ്ങനെയാണെങ്കിൽ 6 ദിവസം കൊണ്ട് ആ ചെയ്ത പ്രവൃത്തി 6 ദിവസം കൊണ്ടുള്ള പ്രവൃത്തിയാണെങ്കിൽ ഈ കാണുന്ന പ്രപഞ്ചങ്ങളെല്ലാം, പ്രപഞ്ചവും അതിന്റെ ആകാശഭൂമി, കര, കടൽ, നാം കാണുന്ന അദൃശ്യമായതും ദൃശ്യമായതും എല്ലാ ഗോളങ്ങൾ, മിനറൽ, ഇവിടെയുള്ള പുല്ല് തൊട്ട് ബാക്കിയുള്ള എല്ലാ വസ്തുക്കളും, ഇതെല്ലാം ദൈവത്തിന്റെ വചനത്താൽ ഉളവായത്. അതേക്കുറിച്ചെല്ലാം എഴുതാൻ കഴിഞ്ഞാൽ പഠിക്കാനോ ചിന്തിക്കാനോ എന്തൊക്കെയുണ്ടെന്ന് മനസ്സിലാക്കാനോ കഴിയത്തില്ല, ഒടുങ്ങത്തില്ല. അങ്ങനെയെങ്കിൽ ഈ വചനം വായിക്കുന്ന 3.5 വർഷം എന്ന് പറയുമ്പോൾ ഇത്ര ദിവസമുണ്ട്. 360 ഗുണം 3.5, ഏകദേശം 1000 ചിലവാനത്തിൽ വർഷം. ആ ദിവസങ്ങൾ കർത്താവ് ലോകത്തിൽ ചെയ്തത് എത്ര? 6 ദിവസം കൊണ്ട്, എന്ന് പറഞ്ഞാൽ 6 ദിവസത്തെ കാര്യങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അത് അത്രമാത്രം ഉണ്ടെങ്കിൽ കർത്താവ് യേശുക്രിസ്തു വചനമായി വചനം ജഡത്തിൽ വന്ന് ദൈവമായി ഭൂമി വന്ന് ചെയ്ത പ്രവൃത്തികൾ, അത് ഓരോന്നിനെ കുറിച്ച് അങ്ങ് എഴുതിയാൽ, വിവരിച്ചാൽ ലോകത്ത് ഒതുങ്ങത്തില്ല. കർത്താവ് സൗഖ്യമാക്കിയ വിവരങ്ങള്, അതിന്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ എഴുതാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റുന്നത് വളരെ വലുതാണെന്നാൽ സംശുദ്ധമായിട്ട് ദൈവത്തിനെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് യോഹന്നാൻ സാക്ഷീകരിച്ചിരിക്കുന്നത്. ഇപ്പം ഈ അടയാളങ്ങൾ കർത്താവ് ചെയ്ത് അത്രമാത്രം അടയാളങ്ങൾ ദൈവം ചെയ്ത് ഇതെല്ലാം ഓരോന്നായിട്ട് എഴുതിയിട്ടില്ല. അതിൽ പ്രധാനപ്പെട്ടത് ചില വിഷയങ്ങൾ ദൈവത്തിൽ ബന്ധപ്പെട്ടതും മറ്റ് മണ്ണബന്ധത്തിൽ ബന്ധപ്പെട്ടതും പഴയ നിയമത്തിലുണ്ടായിരുന്ന നിഴലായിരുന്ന പൊരുളാകാൻ വേണ്ടിയുള്ള 5 അപ്പത്തെ 5000 പേർക്ക് പോഷിപ്പിച്ചു കൊടുക്കുന്ന ഇങ്ങനെ പല കാര്യങ്ങളും കർത്താവ് ചെയ്തത് രേഖപ്പെടുത്തിയിരിക്കുന്നത്, 4 സുവിശേഷങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് പരിമിതമായ കാര്യങ്ങളെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ അതല്ലാതെ കർത്താവ് ചെയ്ത മറ്റു പല അടയാളങ്ങളുമുണ്ട്. അതെല്ലാം കൂടെ രേഖപ്പെടുത്തിയാൽ, ഈ പറഞ്ഞതുപോലെ അതിന്റെ വിശദീകരണം, അതിന്റെ സംഭവ പശ്ചാത്തലം എല്ലാം കൂടെ എഴുതിയാൽ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയെ കുറിച്ച് നമുക്ക് ചെറിയ രീതിയിലുള്ള ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിനെക്കുറിച്ചുള്ള മുഴുവൻ എലാബറേഷൻ ചെയ്ത് വിശദീകരിച്ച ഒരു ഗ്രന്ഥം എഴുതുക എന്നുള്ളത് സാധ്യമല്ല. എന്നാൽ മനുഷ്യതയും കഴിവും ബുദ്ധിയും പരിജ്ഞാനം തന്നിരിക്കുന്ന വചനത്തിന്റെ അകത്ത് നിന്നുകൊണ്ട് ജീവനുള്ള ദൈവത്തെ കണ്ടെത്തി നിത്യജീവൻ പ്രാപിക്കാനുള്ള ദൈവകൃപയുടെ ആത്മാവിനെയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. അതാണ് നമുക്ക് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. അപ്പോൾ അത് നമുക്കത് മനസ്സിലാക്കി, തന്നിരിക്കുന്ന വചനത്തിൽ നിന്ന്, നാം കേട്ടിരിക്കുന്ന പരിമിതമായിരിക്കുന്ന വചനത്തിൽ നിന്ന്, ക്രിസ്തുവിനെ കുറിച്ചുള്ള സാക്ഷ്യത്തിൽ നിന്ന് നമുക്ക് നിത്യജീവൻ ആധാരമായിരിക്കുന്ന തിരുവചനത്തിന്റെ സത്യത്തെ ദൈവം വെളിപ്പെടുത്തി തന്നല്ലോ എന്നോർത്ത് നാം ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഇത് വചനം വഴി കാണാതെ പഠിച്ചിട്ടോ ചിന്തിച്ചിട്ടോ ഇതെല്ലാം ദൈവമാണ് യേശുവാണ് ദൈവം എന്ന് തെളിയിച്ചിട്ടോ അല്ല നമ്മളാരും വിശ്വാസത്തിൽ വന്നത്. വചനത്തിൽ കേട്ട വചനത്തിന്റെ ഒരു വാക്കിൽ നാം വിശ്വസിച്ചു. യേശു എന്ന വാക്ക് രക്ഷിതാവാണ് എന്നെ വിടിവിക്കുക എന്നുള്ളൊരു വാക്കിൽ വിശ്വസിച്ചപ്പോൾ ആ വാക്ക് അത് ശക്തിയായി നമ്മുടെ ഉള്ളിൽ വ്യാപരിച്ച് രക്ഷപ്പെടുവാൻ ദൈവകൃപ തന്നോ ഭാഗ്യം തന്നോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നാം ലഭിച്ചെടുക്കുന്നതേ ഉള്ളൂ. ഞാൻ പറഞ്ഞത്, നമ്മുടെ അറിവ് പരിമിതമാണെങ്കിലും നമുക്ക് ലഭിച്ചിരിക്കുന്ന അറിവിന്റെ പരിമിതിയിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന എത്ര വിലയേറിയ മർമ്മമാണെന്നറിയാമോ? ഇന്നും അനേക ജ്ഞാനികൾക്കും വിവേകികൾക്കും അത് മനസ്സിലാകാതിരിക്കുമ്പോൾ കൃപയാൽ ശിശുക്കളായി തീർന്ന് നമുക്ക് അത് മനസ്സിലാക്കി എടുക്കാനുള്ള കൃപ തന്നു. അതിനായി ഇന്ന് രാത്രി നാം സ്തോത്രം ചെയ്യാം. ഈ നിക്കോദോമസ് ഓടി വന്ന് സാക്ഷ്യം പറയും. കർത്താവിന് അറിയാം നിക്കോദോമസ് ഇങ്ങനെ വരുമെന്നും സാക്ഷ്യം പറയും. അപ്പൊ അതിന് മുമ്പായിട്ട് തന്നെ ഞാൻ വിചാരിക്കുന്നത് കർത്താവ് ഈ പറയുന്നതൊക്കെ നിക്കോദോമസ് കേട്ട മനുഷ്യന്റെ സാക്ഷി ആവശ്യമില്ലെന്ന് പറഞ്ഞു. മനുഷ്യനെ കുറിച്ച് യാതൊരു ആവശ്യമില്ല. മനുഷ്യനുള്ളത് എന്ത് എന്ന് സ്വതവേ അറിഞ്ഞിരിക്കുന്നുണ്ട്. തനിക്ക് മനുഷ്യനെ കുറിച്ച് യാതൊരുത്തിന്റെയും സാക്ഷ്യം ആവശ്യമായിരുന്നില്ല. അതുപോലെ തന്നെ മറ്റൊരാളെ കുറിച്ച് വന്ന് യേശുവിന്റെ അടുക്ക് പറയേണ്ട ആവശ്യമില്ല. കാരണം മനുഷ്യനുള്ള എന്താണെന്ന് ദൈവം അറിയിക്കുന്നത്. അപ്പോൾ യേശുവോ എല്ലാവരെയും അറിയുകൊണ്ട് തന്നെ താൻ അവരുടെ പക്കൽ വിശ്വസിച്ചേൽപ്പിച്ചില്ല. അപ്പോൾ നിക്കോദോമസ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ സ്ഥിതിയും സ്ഥാനവും മഹിമയൊക്കെ അല്ലെങ്കിൽ അന്നത്തെ കാലത്ത് യെരൂശലേമിൽ ഉണ്ടായിരുന്ന
ഒരു പ്രമാണിയാണ്. വലിയ സ്ഥാനമഹിമകളും ഉള്ള വ്യക്തിയായിരുന്നു നിക്കോദമസ്. അല്ല, ചെറിയൊരു വ്യക്തിയായിരുന്നില്ല. മുഴുവൻ വന്ന് പറഞ്ഞപ്പോൾ ഞാനോ ഒക്കെ ആണെങ്കിൽ അങ്ങനെ ഒരു മനുഷ്യർ തുടങ്ങുമ്പോൾ നമ്മുടെ അടുത്ത് അങ്ങനെ ആരെങ്കിലും വാക്ക് പറഞ്ഞാൽ നമ്മൾ അന്നേരം അവരെ വിശ്വസിച്ച് അങ്ങ് ഏൽപ്പിക്കും. പിന്നെ നമ്മൾ അദ്ദേഹത്തെ ആയിരിക്കും വിളിച്ച് പ്രസിഡന്റ് ആക്കുന്നത്. നമ്മുടെ മനുഷ്യരുടെ പ്രസിഡന്റ് ആക്കുന്നത് അദ്ദേഹത്തെ ആയിരിക്കും. നിങ്ങള് ഇത്രയും വലിയ ഉന്നതനായിരിക്കുന്ന വ്യക്തി എന്റെ പ്രവൃത്തിയെ കണ്ടുവന്ന് എന്റെ സാക്ഷ്യം പറഞ്ഞത്, അതുകൊണ്ട് നിങ്ങൾ തന്നെ എന്റെ പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റ് ആയിക്കൊള്ളാം. പക്ഷെ കർത്താവ് അത് ചെയ്തില്ല. കർത്താവ് അറിയാം മനുഷ്യരാണ്. അപ്പോൾ മനുഷ്യന്റെ ചിന്തകൾ അങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കും ഇനി ആള് പറയുന്ന വാക്കുകൾ നമ്മളങ്ങ് വിശ്വസിക്കും, നമ്മളിപ്പം തന്നെ അങ്ങനെ ചെയ്യും, നമ്മുടെ കൂടെ നിൽക്കുന്നൊക്കെ വിചാരിക്കും. പക്ഷെ ദൈവത്തിനറിയാം മനുഷ്യൻ മാറുന്ന നിഴൽ പോലെയാണ്. ഞാനും നിങ്ങളും എല്ലാവരും അതുപോലെ തന്നെ. ഒരു മനുഷ്യന്റെ സ്നേഹം എന്നവരിൽ നിലനിന്നിട്ടില്ല. അതൊക്കെ മാറി മറിയുന്ന സാഹചര്യങ്ങൾക്കും സമയത്തിനും അനുസരിച്ച് മാറ്റപ്പെടാത്ത ഒരു സ്നേഹബന്ധമില്ല. ഇനി ഉണ്ടോ എന്ന് ചോദിച്ചാൽ പല വിളമായിട്ടുള്ള ആത്മബന്ധങ്ങൾ കാണും, അത് മാത്രമേ. അല്ലെങ്കിൽ വളരെ ചുരുക്കമാണ്. അതാണ് കർത്താവ് ശിഷ്യന്മാരെ വ്യത്യസ്തമായിട്ട് അവരെ നിർത്തിയത്. ദൈവത്തെ തെരഞ്ഞെടുത്ത് അവരോട് ദൈവമർമ്മങ്ങളെ വെളിപ്പെടുത്തി. പക്ഷേ ഇങ്ങനെയുള്ള വ്യക്തികൾ വന്നപ്പോൾ ദൈവരെ പരിഹസിച്ചു വിടുകയോ ഓടിച്ചു വിടുകയോ ഒന്നും ചെയ്യാതെ ദൈവരെ നിലനിർത്തിയെന്ന്. കാരണം ദൈവത്തിന് അറിയാമായിരുന്നു ഇവനെ കൊണ്ടും ദൈവരായത്തിന് ആവശ്യമുണ്ട്. ഈ ഓടി വന്ന യഹൂദന്മാരിൽ പ്രമാണി ആയിരിക്കുന്ന നിക്കോദെമോസ് യേശുവിന്റെ അടയാളങ്ങൾ കണ്ടപ്പോൾ, യേശു ചെയ്യുന്ന പ്രവൃത്തികൾ കണ്ടപ്പോൾ അവൻ ഓടി വന്ന് യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറയുക. റബി, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം തന്നോടുകൂടി ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന ഈ അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞു. ഓടി വന്ന് പറഞ്ഞത് മറ്റൊന്നുമല്ല, ഉപദേഷ്ടാവായിട്ട് യഥാർത്ഥത്തിൽ ദൈവത്തിൽ നിന്ന് വന്നവൻ നീയാണ്. യെശയ്യായുടെ പ്രവചനം 30-ാം അധ്യായം അതിന്റെ 20-ാം വാക്യമൊക്കെ വായിച്ച് പരിചയമുള്ള ഈ നിക്കോദെമോസ് വായിച്ചപ്പോൾ അവന് മനസ്സിലായി ഇസ്രായേലിന്റെ ഉപദേഷ്ടാവ് ഇനി മറഞ്ഞിരിക്കുകയില്ല എന്നുള്ള ആ വചനം അവന് വെളിപ്പെട്ടത് എന്നുള്ള ചിന്തയിലാണ് അവൻ ഓടി വന്ന് പറഞ്ഞത് നീ ഉപദേഷ്ടാവാണ്. എന്റെ 30-ാം അധ്യായം നമ്മള് വായിച്ച് മനസ്സിലാകുന്നത് വാസ്തുവിന്റെ കർത്താവിന്റെ രണ്ടാമത്തവനുള്ള ബന്ധത്തിലാണെങ്കിലും ഈ വിഷയത്തിലുള്ള ബന്ധത്തിലും അതിന് വളരെയധികം സ്വാധീനതയുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. 30-ാം അധ്യായം 20-ാം വാക്യം, കർത്താവ് നിങ്ങൾക്ക് കഷ്ടത്തിന്റെ അപ്പവും ഞെരുക്കത്തിന്റെ വെള്ളവും മാത്രം തന്നാലും ഇനി നിന്റെ ഉപദേഷ്ടാവ് മറിഞ്ഞിരിക്കുകയില്ല. നിന്റെ കണ്ണ് നിന്റെ ഉപദേഷ്ടാവിനെ കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഉപദേഷ്ടാവിന് മറിഞ്ഞിരിക്കുകയില്ല എന്നുള്ള വചനം അത് വെളിപ്പെട്ടു. പക്ഷെ എല്ലാവർക്കും അത് വെളിപ്പെട്ടില്ല. നിന്റെ കണ്ണ് നിന്റെ ഉപദേഷ്ടാവിനെ കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഈ വചനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇവിടെ ഈ നിക്കോദെമോസിന് ഒരു കാഴ്ചപ്പാടുണ്ടായി. യെശയ്യായുടെ പ്രവചനം 30-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പഴയ നിയമത്തിലുണ്ടായിരുന്ന വചനം വായിച്ച് ചിന്തയുണ്ടായിരുന്ന നിക്കോദെമോസ് വിചാരിച്ചു, കർത്താവ് ചെയ്തിരിക്കുന്ന ഈ പ്രവൃത്തി ലവനായി കാത്തിരിക്കുന്ന ജനത്തിന്റെ ഇടയിൽ പ്രത്യക്ഷപ്പെട്ടല്ലോ, അവൻ ഉപദേഷ്ടാവാണ് എന്നുള്ള വലിയ ചിന്ത ഇവനെ ഭരിച്ചത് കൊണ്ടാണ് ഓടി വന്ന് യേശുവിന്റെ അടുക്കൽ വന്ന് പറഞ്ഞത് നീ ഉപദേഷ്ടാവാണ്. അപ്പോൾ ഇവൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് വളരെ കൃത്യമാണ്. പിതാവിന്റെ സന്നിധിയിൽ നിന്ന് മനുഷ്യന്റെ ഉപദേഷ്ടാവായി ഏത് വഴിക്ക് നടക്കണമെന്ന് മനുഷ്യവംശത്തെ നിയന്ത്രിക്കുവാൻ അവന് വഴി പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാണ് സാക്ഷാൽ ഉപദേഷ്ടാവായിരിക്കുന്ന യേശുക്രിസ്തു ലോകത്തിൽ വന്നത്. 30-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യം നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവിനെന്ന് എന്നൊരു വാക്ക് പിറകിൽ നിന്ന് കേൾക്കും. അപ്പോൾ ഈ വഴി തിരിച്ചറിയാൻ കഴിയാതിരിക്കുന്ന അന്ധത പിടിച്ചിരിക്കുന്ന മനുഷ്യവംശത്തിനു വേണ്ടി യഹൂദ എന്ന ജാതി അവര് ദൈവവചനം ഉണ്ടായിരുന്നതൊക്കെ ദൈവവചനം അവർക്ക് ഉണ്ടായിരുന്നതാണ്. എങ്കിലും ഏത് വഴിയെ തിരിയണമെന്ന് അറിയാതെ അവര് നിൽക്കുമ്പോൾ ഇതാകുന്നു വഴി എന്ന് വെളിപ്പെടുത്തി കർത്താവ് പറഞ്ഞു, ഞാനാകുന്നു
വഴി, വാതിൽ, സത്യം ജീവനും വഴിയാകുന്ന യേശു വെളിപ്പെടുത്തുവാൻ. അങ്ങനെ ക്രിസ്തു പഴയ നിയമത്തിൽ മറഞ്ഞിരുന്ന വഴി എന്താണെന്ന് വെളിപ്പെടുത്തി ഉപദേഷ്ടാവായി. ഉപദേഷ്ടാവ് എന്ന് പറഞ്ഞാൽ ശരിയായ രീതിയിൽ ഒരു വ്യക്തിയെ നയിക്കുന്ന ആത്മീയ ഗുരുവിനെയാണ് ഉപദേഷ്ടാവ് എന്ന് പറയുന്നത്. അത് മതത്തിന്റെ പേരിലുണ്ട്, രാഷ്ട്രത്തിന് ഉപദേഷ്ടന്മാരുണ്ട്, പലരുമുണ്ട്. കാരണം ഡയറക്ഷൻ കൊടുക്കാൻ വേണ്ടി. ഇപ്പൊ തീരുമാനമെടുക്കേണ്ട ഒരാൾക്ക് കൃത്യമായ തീരുമാനമെടുക്കാൻ കഴിയാതെ വരുമ്പോൾ അതിനെ ഉപദേശിച്ചുണ്ട്. ഒന്ന് അതാണ് പറഞ്ഞിരിക്കുന്ന ആ ഒരു ഉപദേഷ്ടാവ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ആത്മീയ ലോകത്തിൽ ഞാനും നിങ്ങളും ജനിക്കപ്പെട്ട ശേഷമായ അന്ധകാരത്തിലായിരുന്നപ്പോൾ നമുക്ക് ഏത് വഴി തിരഞ്ഞെടുക്കും? നമ്മൾ ജനിച്ച വഴി തിരഞ്ഞെടുക്കണമോ, വളർന്ന വഴി തിരഞ്ഞെടുക്കണമോ? ഇതൊക്കെയാണ് നമ്മുടെ വഴിയുണ്ടായത്. നമ്മൾ ജനിച്ചൊരു മാർഗം, ഒരു വഴിയുണ്ടായിരുന്നു. വളർന്ന ഒരു വഴിയും മാർഗമുണ്ടായിരുന്നു. നമ്മൾ ചിന്തിച്ച അറിവിന്റെ ഒരു പ്രമാണത്തിന്റെ വഴിയും മാർഗമുണ്ടായിരുന്നു. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഒരു വഴി കാണിച്ചു തരാൻ വേണ്ടി ഉപദേഷ്ടാവാകുന്ന പരിശുദ്ധാത്മാവ്, അതിശ്രേഷ്ഠമായിരിക്കുന്ന പൊതുവഴിയായിരിക്കുന്ന ക്രിസ്തുവിനെ നമുക്ക് വെളിപ്പെടുത്തി തന്നു. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നീ ഉപദേഷ്ടാവാകുന്ന പറഞ്ഞതിന്റെ അർത്ഥം ദൈവത്തിന്റെ മാർഗത്തെ യഥാർത്ഥമായി പഠിപ്പിച്ചു കൊടുക്കുന്ന, വഴി കാണിച്ചു കൊടുക്കുന്നവനാണ്, വഴികാട്ടിയാണ് യേശു എന്നാണ് നിക്കോദോമോസ് യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. കർത്താവ് സാക്ഷ്യം കേട്ടിട്ട് പറഞ്ഞു, പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്, കർത്താവ് ആരെയും വിശ്വസിച്ചേൽപ്പിച്ചില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ ഒരു സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ ആണെങ്കിൽ അന്നേരം ഞാൻ ഏൽപ്പിച്ചു കൊടുക്കും. ഞാൻ പോയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറയാം. നമ്മള് പ്രാർത്ഥന മുറിയുന്ന പ്രാർത്ഥിച്ച കാര്യം ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അന്നേരം എന്നെ വഴിയോ അത് നമ്മളവര് നമ്മളങ്ങനെ എന്തെങ്കിലും കാര്യം നമുക്ക് ചെറിയ അത്ഭുതത്തെ നമ്മളത് വിശ്വസിക്കും. ഇവിടെ കഥാനോടൊന്ന് പറഞ്ഞ് എന്താ പറഞ്ഞത് എന്നുള്ള കാര്യം പറയുക. ദൈവമേ, റബി ചെയ്ത അടയാളം കണ്ടു കഴിഞ്ഞാൽ ഇത് എനിക്കറിയാം നീ യഥാർത്ഥത്തിൽ ഉപദേശമാണ്, അല്ലെങ്കിൽ ആർക്കും ഇതിനെ ചെയ്യാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിന്റെ അടുക്ക വന്നപ്പോ യേശു പറഞ്ഞു, ഞാൻ ചില കാര്യം നിന്നോട് പറയാം. നീ ഓടി വന്നത് രാത്രിയിലാണ് വന്നിരിക്കുന്നത്. എപ്പോഴാ വന്നത്? രാത്രി. അവൻ രാത്രിയിൽ അവന്റെ അടുക്കൽ വന്നവനോട് ഇവന് സത്യം അറിഞ്ഞിട്ടും പകൽ സമയത്ത് വരാൻ ഇവന് പേടിയാണ്, ഭയമാണ്. കാരണം പകൽ സമയത്ത് വന്നു കഴിഞ്ഞാൽ ഇവൻ പ്രമാണിമാരുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. അതെല്ലാം കൂടി അറിയും, പ്രശ്നമുണ്ടാക്കും, തന്റെ സ്ഥാനം തെറിച്ചു പോകും, ബുദ്ധിമുട്ടായിരിക്കും. ഇവൻ വന്നത് ഉള്ളിൽ ഒരാഗ്രഹം, ആ പ്രവചനത്തിന്റെ നിവൃത്തീകരണമാണ്, ഉപദേശമാണല്ലോ, ചെയ്യുന്ന പ്രവൃത്തിയെ കണ്ടതുകൊണ്ട് വന്നു. അപ്പോൾ കർത്താവിന്റെ അടുത്ത് വന്ന് ഈ സാക്ഷ്യം പറഞ്ഞപ്പോൾ യേശു അവന്റെ ഉള്ളു കണ്ടിട്ട് പറഞ്ഞു, നിക്കോദോമോസേ, നീ വന്നിരിക്കുന്ന കാര്യം എന്നെ കുറിച്ച് സാക്ഷിയാണ് പ്രസ്താവിച്ചത്. ഞാൻ അതിന് മുകളിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം കർത്താവ് അങ്ങനെ ആരുടെയും മറ്റാരും പറഞ്ഞ സാക്ഷ്യം കേൾക്കേണ്ട ആവശ്യമില്ല. നമ്മളൊക്കെ സ്വതയുള്ളത് എന്താണെന്നറിയാം. അപ്പൊ എന്നെ കുറിച്ച് നിങ്ങൾ ആരും യേശുവിനോട് സാക്ഷ്യം പറയേണ്ട ആവശ്യമില്ല. നിങ്ങളെ കുറിച്ച് ഞാനും സാക്ഷ്യം പറയേണ്ട ആവശ്യം. എന്നിലുള്ളത് എന്തെന്നും നിങ്ങളുള്ളതെന്നും സ്വയമായിട്ട് മനസ്സിലാക്കാൻ ദൈവത്തിനറിയാം. അതുകൊണ്ടാണ് നമ്മൾ മറ്റാരും സാക്ഷ്യം പറയാത്തത്. നമ്മുടെ സാക്ഷ്യം പ്രോത്സാഹിക്കും. കഥ പറഞ്ഞു, എല്ലാവരും അറിയുകൊണ്ട് തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തില്ല. ഇവിടെ ഒരു വിശ്വാസിയോചാരിക്കുന്ന നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട വിഷയം കഥ കാണിച്ച് മാതൃക പ്രകാരം എന്തെങ്കിലും പറഞ്ഞു, അല്ലെങ്കിൽ നമുക്കിപ്പം നിൽക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് പെട്ടെന്നൊന്നും വിശ്വസിച്ചൊന്നും ആരെയും ഏൽപ്പിച്ചു കൊടുക്കരുത്. പറഞ്ഞാൽ ആരെയും വിശ്വസിക്കരുത് എന്നല്ല അതിന്റെ അർത്ഥം. കാരണം മനുഷ്യൻ എപ്പോൾ വേണമെങ്കിലും മാറും. മാറാത്തതായിട്ടുണ്ടെങ്കിൽ ദൈവം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മുടെ ദൈവമല്ലാതെ മറ്റാരും തന്നെ മാറ്റമില്ലാത്തവരില്ല. അല്ലെ, നിങ്ങളുടെ ആത്മീയ ജീവിതം എടുത്ത് പഠിച്ചു നോക്കിക്കോ, നിങ്ങളുടെ ജീവിതം എടുത്ത് ചിന്തിച്ചു നോക്കിക്കോ. എല്ലാവരും എല്ലാ സമയത്തും നിങ്ങളോട് കൂടി ഉണ്ടോ? ഇല്ല, ആരും കാണത്തെ. ഞാൻ പറഞ്ഞത് മനുഷ്യന്റെ സാഹചര്യത്തിനനുസരിച്ച്, നിലവാരത്തിനനുസരിച്ച് എനിക്ക് മാറ്റം വരും, നിങ്ങൾക്ക് മാറ്റം വരും. എന്നാൽ സമയഭേദം കൂടാതെ ഉദയത്തിലെങ്കിലും അസ്തമനത്തെങ്കിലും ഉള്ളത് ഒരുവൻ മാത്രമേ ഉള്ളൂ, ദൈവം മാത്രമേ ഉള്ളൂ. നമ്മെ വിശ്വസിച്ചേൽപ്പിച്ച് എടുക്കേണ്ടത് മനുഷ്യരിലല്ല, ഏതെങ്കിലും സൃഷ്ടികളിലല്ല, ഏതെങ്കിലും മനുഷ്യ ദൈവങ്ങളിലല്ല, ഏതെങ്കിലും വ്യക്തികളല്ല. നാം ഏൽപ്പിക്കേണ്ടത് നമ്മെ നന്നായി അറിയുന്ന ദൈവത്തെങ്കിലാണ് നമ്മെ വിശ്വസിച്ച് ഫലമേൽപ്പിക്കേണ്ടത്. അവന്റെ കയ്യിലാണ് നമ്മുടെ ജീവിതത്തെ ഏൽപ്പിക്കേണ്ടത്. കർത്താവ് കാണിച്ച മാതൃക പ്രകാരം
കൂട്ടായ്മ വേണം, ഇതെല്ലാം വേണമെന്നാണ് ഞാൻ പറഞ്ഞല്ലോ. വിശ്വസിക്കുകയും ചെയ്യണം, വിശ്വസിക്കേണ്ട പറഞ്ഞു. എന്നാൽ സകലതും അങ്ങ് വിശ്വസിച്ച് ആരിലും ഏൽപ്പിക്കരുത്. നമ്മൾ ഏൽപ്പിച്ചാൽ ആ മനുഷ്യൻ നാളെ കാണത്തില്ല. ഒരുപക്ഷെ ഇന്ന് രാത്രി നമ്മൾ കാത്തിരിക്കുന്ന, നാളെ കാത്തിരിക്കുന്ന ഒരു വ്യക്തി, നാം ആശ്രയിക്കുന്ന ഒരു വ്യക്തി നാളെ ലോകത്തിൽ കാണത്തില്ല. അതുകൊണ്ട് ദൈവം തന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷ്യം, നമ്മളെ നന്നായി അറിയുന്നത് കർത്താവാണ്. നമ്മുടെ ഹൃദയങ്ങൾ നന്നായി അറിയുന്ന ദൈവമാണ്. മറ്റാരും അറിഞ്ഞില്ലെങ്കിലും ദൈവം സകലവും അറിഞ്ഞാൽ മതി, അത് മാത്രം മതി. മറ്റൊരു കാര്യം, സകലതും അവൻ അറിയുന്നു. അതുപോലെ തന്നെ അവനിൽ മാത്രമേ നമുക്ക് പൂർണ്ണമായിട്ട് ആശ്രയിപ്പാൻ കഴിയത്തുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ആശ്രയമാണ്. പാസ്റ്ററിൽ ആശ്രയിക്കണം, പ്രവാചകനെ ആശ്രയിക്കണം, എല്ലാം ആശ്രയിക്കണം. ഇതെല്ലാം ആശ്രയങ്ങളാണ്. പ്രാർത്ഥനയൊക്കെ ആവശ്യമാണ്. സഹോദരന്മാരെ ആശ്രയിക്കണം, ഉൾക്കൂട്ട് വിശ്വാസം ആശ്രയം, അതൊക്കെ ആശ്രയമാണ്. പക്ഷെ പൂർണ്ണാശ്രയം ദൈവത്തിലായിരിക്കണം. ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ നമുക്ക് ആവശ്യമായതൊക്കെ ദൈവം നമുക്ക് വേണ്ടി നമുക്ക് ഒരുക്കി തരികയും ചെയ്യും. അവിടെ കഥ വെളിപ്പെടുത്തുക. ഞാൻ പറഞ്ഞതിന്റെ കാര്യത്തിന്റെ ഒരു ഉദാഹരണ സഹിതം കഥ വെളിപ്പെടുത്തുക. നിക്കോദെമോസ് എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞ സാധാരണ രീതിയിലുള്ള ഒരു മനുഷ്യനാണെങ്കിൽ ഇദ്ദേഹത്തെ കൂട്ടത്തിൽ നിർത്തുകയോ ശിഷ്യനാക്കി എടുക്കുകയോ ഇത്രയും, പക്ഷെ കഥ അറിയുമ്പോൾ വരത്തില്ല. ഇവന്റെ പ്രമാണിത്വവും ഇവന്റെ സാഹചര്യമൊക്കെ നോക്കി കഴിയുമ്പോൾ കഥാപ അപ്പൊ ഈ നിക്കോദെമോസിനെ അത് വിട്ടുവരാൻ കഴിയത്തില്ല എന്നുള്ളത് നമുക്കിവിടെ കാണാൻ സാധിക്കും. എന്നാൽ നിക്കോദെമോസിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമുക്ക് പലതും അതിൽ പഠിക്കാനുമാണ്. ദൈവത്തിന് രഹസ്യമായിട്ടുള്ള ശിഷ്യന്മാരുണ്ടായിരുന്നു, പരസ്യമായിട്ടുള്ളവരോട് കൂടുന്നത്. പരസ്യമായിട്ട് കൂടാണെന്നവർ ഒന്നുമില്ലാതെ പാവങ്ങളെ, സ്ഥാന മാന മഹിമകളൊന്നുമില്ല, നഷ്ടപ്പെടാനൊന്നുമില്ലാത്തവർ എന്ന് പറഞ്ഞാൽ അവര് ഒന്നുമില്ലാത്തതെന്നല്ല അതിന്റെ അർത്ഥമല്ല, ഉള്ളവരാ. പക്ഷെ അവരതിനേക്കാൾ ഉപരിയായിട്ടുള്ള ഇപ്പം യോഹന്നാൻ, സബദിയുടെ മക്കൾ, അവരൊക്കെ പണമുള്ളവരാ, കൂലിക്കാരൊക്കെ ഉള്ള ആൾക്കാരാണ്. പക്ഷെ അത്രമാത്രം വലിയ സ്ഥാനം ഇപ്പൊ ഈ നിക്കോദെമോസിനെ പോലുള്ള വലിയൊരു സ്ഥാന മഹിമകളുള്ളവരൊന്നും ആയിരുന്നില്ല പത്രോസനെയുള്ളത്. എന്നാൽ ഈ രഹസ്യ ശിഷ്യന്മാരെല്ലാം ഉന്നതമായ സ്ഥാനത്തുള്ളവരായിരുന്നു. ദൈവത്തിന് അവരെ ആവശ്യമുണ്ടായിരുന്നു. നിക്കോദെമോസിനെ കുറിച്ച് 3 ഭാഗങ്ങളിലാണ് സുവിശേഷത്തിൽ രേഖപ്പെടുത്തുന്നത്. അത് യോഹന്നാൻ സുവിശേഷത്തിലാണ് അതേക്കുറിച്ച് രേഖപ്പെടുന്നത്. 7-ാം അധ്യായം 45 മുതൽ 52 വരെ വാക്യങ്ങളിലും, അതുപോലെ 19-ാം അധ്യായം 39 വാക്യങ്ങളിലും നിക്കോദെമോസിനെ കുറിച്ചുള്ള വീണ്ടുമുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 7-ാം അധ്യായത്തില് പറഞ്ഞിരിക്കുന്നത്, ഈ നിക്കോദെമോസ് യേശുവിനെ പൂർണ്ണമായും വിട്ടുവന്നില്ലെങ്കിലും ഇവൻ അവരുടെ ആലോചനയോട് യോജിക്കുന്നവനായിരുന്നില്ല, അവൻ അതിനോട് എതിർത്ത് നിൽക്കുന്നവനായിരുന്നു. 7-ാം അധ്യായം 47 പരീശന്മാർ 45 ചേവർ മഹാപുരോഹിതന്മാരുടെയും പരീശന്മാരുടെയും അടുക്കൽ മടങ്ങി വന്നപ്പോൾ അവർ അവരോട്, നിങ്ങൾ അവനെ കൊണ്ടുവരാഞ്ഞത് എന്ത് എന്ന് ചോദിച്ച്, ഈ മനുഷ്യൻ സംസാരിക്കുന്ന പോലെ ആരും ഒരു നാളും സംസാരിച്ചിട്ടില്ല എന്ന് ചേവർ ഉത്തരം പറഞ്ഞു. മഹാപുരോഹിതന്മാർ അവിടെ ചേവകനെ അയച്ചു, നിങ്ങൾ പോയി യേശുവിനെ പിടിച്ചുകൊണ്ടുവരാൻ പറഞ്ഞു. പക്ഷേ ഈ പിടിക്കാൻ പോയവര് കർത്താവിന്റെ സംസാരം കേട്ട് കഴിഞ്ഞപ്പോൾ, യേശു സംസാരിക്കുന്നത് കേട്ടപ്പോൾ അവർക്ക് അവന്റെ മേൽ കൈവെക്കാൻ കഴിഞ്ഞില്ല. ഒരു മടങ്ങി വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് അവനെ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. ഈ മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ ആരും ഒരു നാളും സംസാരിച്ചിട്ടില്ല എന്ന് ചേവർ. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സംസാരിച്ചതുപോലെ ലോകത്തിൽ ആരും സംസാരിച്ചിട്ടില്ല, ഇനി ആരും സംസാരിക്കത്തുമില്ല. അവൻ ആരും ഒരു നാളും സംസാരിച്ചിട്ടില്ലാത്തതുപോലെ. അങ്ങനെ എത്രമാത്രം വളരെ ഗൗരവമേറിയ കാര്യങ്ങൾ, നിത്യജീവന്റെ മൊഴികളെയൊക്കെ സദാ പറഞ്ഞത്, നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കലുണ്ടല്ലോ, ഞങ്ങൾ നിന്നെ വിട്ടിട്ട് ആരുടെ അടുക്കൽ പോകുമെന്ന് ചോദിച്ചത് യേശുവിന്റെ വായിൽ നിന്നുള്ള ആ മാധുര്യമേറിയ വാക്കുകൾ കേട്ട് കഴിയുമ്പോൾ ഈ ശത്രുവായി ചെന്ന ചേവകർക്ക് പോലും എന്നെ പിടിക്കാൻ കഴിഞ്ഞില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ സുവിശേഷീകരണത്തിന്റെ പ്രത്യേകത അതായിരിക്കണം, നമ്മുടെ ശുശ്രൂഷയുടെ പ്രത്യേകത ആയിരിക്കണം. ഇതിന്റെ വായിൽ നിന്നുള്ള ലാവണ്യ വാക്കുകൾ നമുക്ക്, ആ ലാവണ്യ വാക്കുകൾ കേൾക്കുമ്പോൾ പിടിക്കാൻ വരുന്ന ശത്രുക്കൾ പോലും മിത്രങ്ങളായി മാറും. ചേവകർ വന്ന് യേശുവിനെ പിടിക്കാനായി വന്നെങ്കിലും യേശുവിന്റെ വായിൽ നിന്നുള്ള ലാവണ്യ വാക്കുകൾ, അവന്റെ ജ്ഞാനവും അവന്റെ പരിജ്ഞാനവും സ്നേഹത്തിന്റെ സന്ദേശം കേട്ട് കഴിഞ്ഞപ്പോൾ ഈ പിടിക്കാൻ വന്ന ക്രൂരന്മാരായിരിക്കുന്ന ശക്തന്മാരായിരിക്കുന്നവർക്ക് യേശുവിനെ പിടിക്കാൻ കഴിയാതെ അവര് മനസാക്ഷിയോടെ മടങ്ങി വന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് അവനെ പിടിക്കാൻ കഴിയത്തില്ല, ഈ മനുഷ്യൻ സംസാരിക്കുന്ന പോലെ ആരും ഒരു നാൾ സംസാരിച്ചിട്ടില്ല എന്ന് ചേർക്കുമ്പോൾ.
പിന്നീട് യേശുവിനെ പിടിക്കുന്നത് യേശു മൗനമായി തീർന്ന ശേഷമാണ്. ഈ ജയവർദ്ധനിയ പിന്നെ യേശുവിനെ പിടിക്കുന്നവർ. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഇപ്പൊ പിടിക്കാതെ അന്നേരം എന്താ പിടിച്ചെന്ന് ചോദിച്ചതിന്റെ അർത്ഥം, യേശു ഒരക്ഷരം പോലും മിണ്ടാതെ രോമം കത്തിക്കുന്ന മുമ്പാകെ ഒരു കുഞ്ഞാടിനെ പോലെ തല താഴ്ത്തി ഇരുന്നു കൊടുത്തു. മൗനമായിട്ട് നീ സംസാരിക്കുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ മൗനമായിട്ട് യേശു സംസാരിച്ചിരുന്നെങ്കിൽ, അവനെ പിടിപ്പിച്ചപ്പോൾ ശേവർ അവനെ പിടിച്ചപ്പോൾ പണ്ട് സംസാരിച്ച അതേ രീതിയിൽ സംസാരിച്ചിരുന്നെങ്കിൽ യേശുവിനെ പിടിച്ചു കെട്ടുവാൻ കഴിയത്തില്ലായിരുന്നു. എന്നാൽ ദൈവസമയം അടുത്തപ്പോൾ, താൻ ക്രൂശിക്കപ്പെടണം യാഗമാറ്റുന്ന സമയമായപ്പോൾ യേശു മൗനതയായി ശബ്ദിച്ചില്ല. അതുകൊണ്ടാണ് ചേവകർ പിന്നീട് യേശുവിനെ പിടിച്ചത്. ഈ സംശയം പിന്നീട് വരും. അതുകൊണ്ടാണ് ഞാൻ ആദ്യത്തെ പറഞ്ഞത്. അപ്പോൾ യേശു സംസാരിക്കുന്നത് കേട്ടപ്പോൾ നമ്മൾ വചനം വായിക്കുമ്പോൾ അതിന്റെ അകത്തുനിന്ന് മറുഭാഗം കൂടി ചിന്തിച്ച് വേണം നമ്മൾ ചിന്തിക്കാനായിട്ട്. ഇവർ തന്നെയല്ലേ യേശുവിനെ പിടിച്ചത്? അത് അവർ തന്നെയാണ് പിടിച്ചുകൊണ്ട് വന്നത്. പിന്നീട് കർത്താവ് പിടിച്ചതിന് കാരണം കർത്താവ് സംസാരിച്ചില്ല. അവൻ കരഞ്ഞ് പ്രാർത്ഥിച്ച് വന്നത് സമയമായിരിക്കുന്നു, ഞാനിതാ മനുഷ്യപുത്രന്മാരുടെ കയ്യിൽ അകപ്പെടാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു. ശേഷമായിട്ട് യേശു സംസാരിച്ചില്ല. യേശു സംസാരിച്ചിരുന്നെങ്കിൽ ഈ പിടിക്കാൻ വന്ന ചേവർ ഇതുപോലെ തന്നെ അന്നും അവനെ ഒഴിവാക്കുമായിരുന്നു. അതുകൊണ്ടാണ് രൂപെന്ന് പറഞ്ഞത് അത് സംസാരിച്ചിട്ടില്ല എന്ന് ചേവർ ഉത്തരം പറഞ്ഞു. പരീശന്മാർ അവരോട്, നിങ്ങളും തെറ്റിപ്പോയോ? ചോദിക്കുക, നിങ്ങൾ തെറ്റിപ്പോയോ? പ്രമാണികൾ ആകട്ടെ പരീശന്മാരിലാകട്ടെ ആരെങ്കിലും അവനിൽ വിശ്വസിച്ചിട്ടുണ്ടോ? ഈ ചോദ്യം ചോദിക്കാൻ കാരണം നിക്കോദെമസിനെ പോലുള്ളത് മറ്റുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ഈ പരീശന്മാരുടെ കൂട്ടത്തിൽ തന്നെ, പ്രമാണികളുടെ കൂട്ടത്തിൽ തന്നെ ഒരു സംശയം, ചേവർക്ക് ഇങ്ങനെ ഉണ്ടെങ്കിൽ ഈ കൂടിയിരിക്കുന്ന ഇവരെല്ലാം അയച്ച നിങ്ങൾക്കാർക്കെങ്കിലും സംശയം ഉണ്ടോ എന്ന് ചോദിച്ചു. അല്ലെങ്കിൽ വിശ്വസിച്ചിട്ടുണ്ടോ? ന്യായപ്രമാണം അറിയാത്ത പുരുഷാരമോ ശവിക്കപ്പെട്ടവരാകുന്നെന്ന് ഉത്തരം പറഞ്ഞു. നമ്മൾ യോഹന്നാൻ പിന്നെ പഠിക്കേണ്ടതായതുകൊണ്ട് ഇത് ഇപ്പൊ പഠിച്ചു പോകുന്നതുകൊണ്ട് നമുക്ക് അന്നേരം അത് പഠിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ അതിനോട് ചേർത്ത് പഠിച്ചു പോവാം. ഉത്തരം പറഞ്ഞു, അവരിൽ ഒരുത്തനായി മുമ്പേ അവന്റെ അടുക്കൽ വന്നിരുന്ന നിക്കോദിമോസ് അവരോട്, ഒരു മനുഷ്യന്റെ വാമൊഴി ആദ്യം കേട്ട് അവൻ ചെയ്യുന്നത് ഇന്നതെന്ന് അറിഞ്ഞിട്ടല്ലാതെ നമ്മുടെ ന്യായപ്രമാണം അവനെ വിധിക്കുന്നുവോ എന്ന് പറഞ്ഞു. ഇപ്പോ നിക്കോദെമസിന് സാക്ഷ്യം പറഞ്ഞവനാണ്. പക്ഷെ ഈ പ്രമാണിമാരുടെ കൂട്ടത്തിൽ അവൻ പോയിരിക്കും. അവന്റെ സ്ഥാനം, അതുകൊണ്ട് രാത്രി വന്ന് രഹസ്യത്തിൽ വന്നത്. ഇവർക്ക് ആർക്കും അറിയാം. പരസ്യമായിട്ട് അറിഞ്ഞിരുന്നെങ്കിൽ ഈ ചോദ്യം വരുന്നില്ല. നിക്കോദെമസിനെ അവർ ഔട്ടാക്കിയ, പുറത്താക്കിയ. ആരെങ്കിലും യേശുവിനെ ദൈവത്തിൽ നിന്ന് അവനെ അംഗീകരിച്ചാൽ അവൻ പള്ളി പ്രശ്നമാകണം എന്നുള്ളത് അവിടുത്തെ അലിഖിത നിയമമായി യഹൂദന്മാർ ആചരിച്ചിരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അവര് വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു, ആരെങ്കിലും യേശുവിനെ ദൈവത്തിന്റെ പുത്രനായി, പ്രവാചകനായി, ദൈവത്തിന്റെ അഭിഷിക്തനായി അംഗീകരിച്ചാൽ പള്ളി പ്രശ്നമാകണം എന്നുള്ള തീരുമാനം ഇവരെല്ലാം കൂടി എടുത്തതാണ്. എങ്കിൽ പോലും ഈ തീരുമാനം എടുത്ത കൂട്ടത്തിൽ ഉണ്ടായിരുന്ന നിക്കോദെമസിന്റെ ഉള്ളിൽ എപ്പോഴും ഒരു നീറുന്ന ചിന്ത ഉണ്ടായിരുന്നു. അതെ, യേശു യഥാർത്ഥത്തിൽ ഉപദേഷ്ടാവാണല്ലോ, അവൻ യഥാർത്ഥ ദൈവത്തിനാണല്ലോ, ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നവനാണെന്നുള്ള തേങ്ങൽ അവന്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. ഇന്ന് അനേകര് വിശ്വാസത്തിൽ ഈ നിക്കോദെമസിനെ പോലുള്ള അനേകര് മറ്റുള്ള പശ്ചാത്തലങ്ങളുണ്ട്. വിട്ടുപിരിയാൻ കഴിയാത്ത വിധത്തിൽ അനേകര് സത്യമാണെന്ന് അറിഞ്ഞിട്ടും സത്യസഭ്യതാണെന്ന് അറിഞ്ഞിട്ടും ഈ നിക്കോദെമസിനെ പോലെ സ്ഥാനങ്ങളും മഹിമകളും മാനങ്ങളും അല്ലെങ്കിൽ വ്യക്തിബന്ധങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് രാത്രിയിൽ കേൾക്കും, പക്ഷേ പകലിൽ ഇവർ അവരുടേതായ എല്ലാ കാര്യങ്ങളും നിൽക്കുകയും ചെയ്യും. അങ്ങനെയുള്ള അനേകരുണ്ട്. വചനം കേട്ട് അനേക പ്രിയപ്പെട്ടവർ ഇന്നുവരെയും സത്യത്തിലേക്ക് വരാത്തതിന്റെ കാരണം നിക്കോദെമസിനെ പോലുള്ള അവസ്ഥയിലുള്ള അനേക പ്രിയപ്പെട്ടവർ. നമ്മളൊക്കെ ആ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയവരാ പ്രിയപ്പെട്ടവരെ. പെട്ടെന്ന് ആരും ഇറങ്ങി വന്നതല്ല. എന്നാൽ എത്രയോ ദിനരാത്രങ്ങൾ എത്രയോ ചിന്തിച്ച് അവസാനമാണ് നമ്മൾ വെളിച്ചത്തെങ്കിലേക്ക് ഇറങ്ങി വന്നത്. അതുവരെയും രഹസ്യമായിരുന്നു. എത്രയോ രഹസ്യ കൂട്ടായ്മകളിൽ പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഈ പെന്തിക്കോസ്ത് കുടുംബത്തിൽ ജനിച്ചു വളർന്ന മാത്രമേ ഉള്ളൂ ഡയറക്റ്റായിട്ട് കൂട്ടായ്മയിൽ പോയി ആരാധിച്ചവരല്ലാത്തവരൊക്കെ ഇത് വന്നപ്പം നേരിട്ടങ്ങ് ഇറങ്ങിയവരല്ല. എത്രയോ ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങൾ. ഞാൻ പറഞ്ഞത് പൊതുവെയുള്ള കാര്യം. ഞാൻ അതിന് വ്യത്യസ്തമായിട്ട് ഒറ്റ മെസ്സേജിൽ ഉള്ളവരുണ്ട്. ഞാൻ പറഞ്ഞ പൊതുവായിട്ടുള്ള കാര്യം പറഞ്ഞത്. എത്രയോ പ്രാവശ്യം രഹസ്യമായിട്ടൊക്കെ വായിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷമാണ് ഒന്ന് വെളിച്ചത്തെങ്കിലേക്ക് വന്നത്. നമ്മളെ വെളിച്ചത്തെങ്കിൽ വരുവാൻ ദൈവമായ കർത്താവ് കൃപ ചെയ്തതിനായി സ്തോത്രം ചെയ്യാം. ഇത് രാത്രിയിൽ പറഞ്ഞ കർത്താവെ, ആ വെളിച്ചത്തെങ്കിലേക്ക് വരുവാൻ എന്റെ ഹൃദയത്തിൽ വീണ വചനം അത് ക്രിയ ചെയ്ത്
എനിക്ക് അങ്ങയെ പരസ്യമായി രാത്രി നാം സ്തോത്രം ചെയ്യാം. നിക്കോദെമോസിന് ഈ ഒരു കൂട്ടത്തിലുണ്ട്. പക്ഷെ പറയാണ്, ന്യായപ്രമാണം അറിയാത്ത പുരുഷാരമോ ശവിക്കപ്പെട്ടവരാകുന്നു എന്ന് പറഞ്ഞു. അവന്റെ ഒരുത്തനായി മുമ്പേ അവന്റെ അടുക്കൽ വന്ന എന്നിരുന്ന നിക്കോദെമോസ് അവരോട്, ഒരു മനുഷ്യന്റെ വാമൊഴി ആദ്യം കേട്ട് അവൻ ചെയ്യുന്നത് ഇന്നതെന്ന് അറിഞ്ഞിട്ടല്ലാതെ നമ്മുടെ ന്യായപ്രമാണം അവനെ വിധിക്കുന്നുവോ എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, അവന്റെ സാക്ഷ്യം കേട്ടിട്ട് വേണം വിധിക്കാനായിട്ടല്ലാതെ നിങ്ങളാണ് കൂടി തീരുമാനിച്ച് അവൻ ശപിക്കപ്പെട്ടവനാണ് എന്ന് പറയുന്നത് ശരിയല്ല എന്ന് ഈ നിക്കോദെമോസ് പറയാൻ കാരണം, നിക്കോദെമോസ് വാദിക പറഞ്ഞു, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നവനാണ്, നീ ഉപദേഷ്ടാവാണ്, നീ സാക്ഷാൽ ദൈവത്തിന്റെ ഉപദേഷ്ടാവാണ്. അങ്ങനെ അല്ലാതെ ദൈവം കൂടെയില്ലാത്ത ഒരുവന് ഇങ്ങനെ ചെയ്യാൻ കഴിയത്തില്ല. ഇവർ പറഞ്ഞു, ഇവൻ ശപിക്കപ്പെട്ടവനാ യേശു എന്ന് പറഞ്ഞപ്പോൾ, അല്ല, യേശു ശപിക്കപ്പെട്ടവനല്ല, ന്യായപ്രമാണം അനുസരിക്കാത്തവർ ശപിക്കപ്പെട്ടവനാണ് എന്ന് പറയുമ്പോൾ നിക്കോദെമോസിന് അതിന് മനസ്സിലായി, ആ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ശരിയല്ല. അവിടെ എഴുന്നേറ്റു. ഇത് പറഞ്ഞു, അങ്ങനെ പറയാൻ പാടില്ല. കാരണം അവൻ അറിയാമായിരുന്നു, അവൻ യേശു അടുക്കൽ പോയി പറഞ്ഞതാണ്, നീ ദൈവത്തിനടുക്കുന്ന വന്നവൻ. ദൈവത്തിനടുക്കുന്ന വന്നാൽ ആരും ശപിക്കപ്പെട്ടവരാകത്തില്ലല്ലോ. ദൈവത്തിനടുക്കുന്ന വന്നവര് നന്മ ചെയ്യുന്നവരല്ലേ, അവർ അനുഗ്രഹിക്കപ്പെട്ടവരല്ലേ. അപ്പോൾ അതുകൊണ്ട് കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞത്, യഹോവയുടെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് പറയുന്നവരെ നിങ്ങൾ എന്നെ കാണുകയില്ല. ഇവർ യേശുവിനെ ശപിക്കപ്പെട്ടവൻ എന്നൊരു പഠിപ്പിനും ചിന്തയുമാണ് അവിടെ യഹൂദന്മാരുടെ ഇടയിൽ അറിയിച്ചിരുന്നത്. അതിന് പ്രധാനമായിട്ട് അവര് പറഞ്ഞിരിക്കാൻ കാരണം, ഈ യേശുവിന്റെ പ്രവൃത്തി തുടങ്ങിയത് ഗലീലയിൽ തുടങ്ങിയതോടുകൊണ്ടാണ് ഒരു യേശുവിനെ നിരസിക്കാൻ തുടങ്ങിയത്. 90 വാക്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഒരു മനുഷ്യൻ ഇത് പറഞ്ഞപ്പോൾ ഇപ്പൊ പറയാണ്, അവർ അവനോട്, നീയും ഗലീലക്കാരനോ? ഇവനെ ഇടിച്ചിരുത്തി പറയാം, താഴ്ത്തി പറയാം, നീ ഗലീലക്കാരനോ? അല്ല, ഇവൻ അരിമത്യോസിന്റെ കൂട്ടുകാരനാണ്. അരിമത്യയിലെ യോസഫിന്റെ കൂട്ടുകാരനാണ് നിക്കോദെമോസ്. ലൂക്കോസ് സുവിശേഷം 23-ാം അധ്യായം അതിന്റെ 5-ാം വാക്യത്തിൽ ഈ യോസഫിനെ കുറിച്ചുള്ള സാക്ഷി അവിടെ പറഞ്ഞു. അവന്റെ കൂട്ടുകാരനാണ്. അവനറിയാം, അവർക്ക് തമ്മിൽ ബന്ധമുള്ളവരാണ്. 23-50 അരിമത്യ എന്നൊരു യഹൂദ പട്ടണക്കാരനായി നല്ലവനും നീതിമാനും ദൈവരാജ്യത്തെ കാത്തിരുന്നവനുമായ യോസഫ് എന്ന ഒരു മന്ത്രി, അവൻ അവരുടെ ആലോചനയ്ക്കും പ്രവൃത്തിക്കും അനുകൂലമല്ലായിരുന്നു. അപ്പോൾ ഈ ദൈവരാജ്യത്തെ കാത്തിരുന്ന വ്യക്തികളിൽ ഒരുവനായിരുന്നു ജോസഫ്, അരിമത്യയിലെ ജോസഫ്. അവൻ യഹൂദ പട്ടണക്കാരനായി. യഹൂദ പട്ടണം, അരിമത്യ എന്നൊരു യഹൂദ പട്ടണക്കാരനായി. ഇദ്ദേഹവും നിക്കോദെമോസും കൂടിയാണ് യേശുവിനെ യഹൂദന്മാരുടെ മര്യാദ പ്രകാരം നമസ്കാരം. അപ്പൊ അതിന്റെ അർത്ഥം, ഇവന് ഗലീലക്കാരനല്ല. ആര്? നിക്കോദെമോസ് അല്ല. ഈ യഹൂദക്കാരനായിരിക്കുന്ന അരിമത്യയിലെ ജോസഫുമായിട്ടുള്ള ബന്ധത്തിനനുസരിച്ച് ഞാൻ വിചാരിക്കുന്നത്, ഇവിടെ ഇങ്ങനെ പ്രത്യേകമായിട്ട് നിക്കോദെമോസിനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും അദ്ദേഹവും ഈ പറയുന്ന അരിമത്യയോടുള്ള ബന്ധത്തിൽ ഉള്ള ഒരു വ്യക്തിയാണ് എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കി ഇതിനോടുള്ള ബന്ധത്തിൽ ചിന്തിക്കാൻ നമുക്ക് കാണാം. കാരണം യേശുവിനെ അവനെ ക്രൂശിച്ചു കഴിഞ്ഞപ്പോൾ അവന്റെ ശരീരമെടുത്ത് മറവ് ചെയ്യാൻ വേണ്ടി അവരോട് കൂടെ 2 പേരാണെന്ന് ഉണ്ടായിരുന്നത്. അതിന്റെ 19-ാം അധ്യായം 38-39 വാക്യങ്ങൾ പറയുന്നുണ്ട്. യഹൂദന്മാരെ പേടിച്ചിട്ട് രഹസ്യത്തിൽ യേശുവിന്റെ ഒരു ശിഷ്യനായിരുന്ന അരിമത്യയിലെ ജോസഫ് യേശുവിന്റെ ശരീരം എടുത്തുകൊണ്ടുപോകുവാൻ പീലാത്തോസ് അനുവാദിച്ചു. അപ്പോൾ യഹൂദന്മാരെ പേടിച്ചിട്ട് രഹസ്യത്തിൽ യേശുവിന്റെ ഒരു ശിഷ്യനായിരുന്ന, ഞാൻ പറഞ്ഞല്ലോ, രഹസ്യ ശിഷ്യന്മാരും ഉണ്ടായിരുന്നു, പരസ്യ ശിഷ്യന്മാരും ഉണ്ടായിരുന്നു. പരസ്യത്തിലെ ശിഷ്യന്മാരായിരുന്നവരെ, അവര് യേശുവിന്റെ കൂടെ നടന്നവരായിരുന്നു, അവരെയൊക്കെ ഓടിച്ചു വിട്ടു, ചെതറിച്ചു കളഞ്ഞു. കഥാ പറഞ്ഞതുപോലെ. എന്നാൽ അവർ ചെതറിപ്പോയപ്പോ ഈ രഹസ്യത്തിലുണ്ടായിരുന്ന ഉന്നതന്മാരായിരുന്ന വ്യക്തികളെ കർത്താവിന്റെ കൂട്ടത്തിൽ നിർത്താൻ കാരണം, യേശു മരിച്ചു കഴിയുമ്പോൾ അവന് സമ്പന്നന്മാരോട് കൂടെ അവകാശം കൊടുക്കേണ്ടതുണ്ടായിരുന്നു. മരണത്തിൽ സമ്പന്നന്മാരോട് കൂടിയായിരുന്നു. ജനനത്തിൽ യേശു ദരിദ്രനായിരുന്നു. അവന്റെ ശുശ്രൂഷയിൽ യേശു ദരിദ്രനായിരുന്നു. പറഞ്ഞാൽ
ഭൗമികമായിട്ട് നോക്കുമ്പോൾ ദരിദ്രാവസ്ഥയിലായിരുന്നു. കർത്താവ് നമുക്കറിയാം, കർത്താവിന്റെ ശുശ്രൂഷയിൽ അവന്റെ ശിഷ്യന്മാരുടെ നമുക്കറിയാം, പത്രോസിന്റെ കയ്യിൽ ടാക്സ് അടയ്ക്കാൻ പോലും ഉള്ള നികുതി അടയ്ക്കാൻ പോലും പൈസ ഉള്ളവനായിരുന്നില്ല. യേശു ജനനത്തിൽ ദരിദ്രനായിരുന്നു. അവന്റെ ശുശ്രൂഷയിലുടനീളം നമുക്ക് കാണാൻ സാധിക്കുന്നത് ലോകപരമായിട്ട് നോക്കുമ്പോൾ അന്നേക്കുള്ള കാര്യങ്ങളുള്ള ദരിദ്രാവസ്ഥയിലായിരുന്നു. എന്നാൽ മരണത്തെങ്കൽ യേശു സമ്പന്നന്മാരോട് കൂടിയാണ്. അപ്പോൾ ഈ സമ്പന്നന്മാരായിരിക്കുന്ന ചില പ്രമാണിമാരെ രഹസ്യത്തിൽ പിതാവാം ദൈവം തന്റെ പുത്രന്റെ രഹസ്യ ശിഷ്യന്മാരാക്കി നിർത്തിയതിന്റെ കാരണം, യേശു മരിക്കുമ്പോൾ ഈ പരസ്യ ശിഷ്യന്മാരെല്ലാം ഓടിപ്പോകണം, എന്നെ വിട്ട് മാടുകൾ ചെതറിപ്പോകും എന്നുള്ള വചനം നിവൃത്തീകരിക്കും. എന്നാൽ ആ സമയത്ത് യേശുവിന്റെ ശരീരം ഒരിക്കലും ഒറ്റപ്പെട്ടതായി, ആരുമില്ലാത്തൊരു ഡെഡ് ബോഡിയായി, അനാഥമായി ക്രൂശിൽ കിടക്കുവാൻ സമ്മതിക്കാതെ അതിനെ യഹൂദ മര്യാദ പ്രകാരം, പാരമ്പര്യപ്രകാരം അത് അടക്കം ചെയ്യണമെന്ന് പ്രവാചകൻ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് യശയ്യാവിലൂടെ പ്രവചിപ്പാൻ ഇടയായി. അവനോ മരണത്തെങ്കിൽ സമ്പന്നന്മാരുടെ കൂടെയായിരുന്നു. ആ പ്രവചന നിവൃത്തിക്ക് വേണ്ടി കണ്ട 2 പേരിൽ ഒരുവനായിരുന്നു നിക്കോദോമോസ്. രാത്രിയിൽ പ്രിയപ്പെട്ടവരെ, വചനം നിവൃത്തിയിരിക്കണമെങ്കിൽ ആ വചന നിവൃത്തീകരണത്തിനായി ചില വ്യക്തികളെ കൂടി ആ കാലഘട്ടത്തിൽ ദൈവം എഴുന്നേൽപ്പിച്ചിരിക്കും. യശയ്യാവ് പ്രവചിച്ച സമയത്ത് ഇവരാരും ജനിച്ചിട്ടില്ല. പക്ഷെ എന്നാൽ വചനം നിവൃത്തീകരിക്കേണ്ട സമയം വരുമ്പോൾ ആ സമയത്തിന്റെ കാലത്തെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി തികവിലേക്ക് വചനത്തെ നിവൃത്തിയിരിക്കാൻ വേണ്ടി ദൈവം അങ്ങനെയുള്ളവരെ ജനിപ്പിച്ചിരിക്കും. അങ്ങനെ ജനിപ്പിച്ചിരിക്കുന്ന സമ്പന്നന്മാരിൽ 2 പേരായിരുന്നു. അവരിൽ 2 പേരാണ് അരിമത്യയിലെ യഹൂദ ദേശത്തിലെ ജോസഫ് എന്ന മന്ത്രിയും, അതുപോലെ ഈ യഹൂദന്മാരുടെ പ്രമാണിമാരിൽ ഒരുവനായിരിക്കുന്ന നിക്കോദോമസ്. ഇവരണ്ടും കൂടിയാണ് യേശുവിനെ അവന്റെ ശവസ്കാര ശുശ്രൂഷ നടത്തിയത്. അപ്പോൾ പശ്ചാത്തലം മനസ്സിലായി വിചാരിക്കുന്നു, നമ്മുടെ ദൈവം എല്ലാം ഭംഗിയായി ചെയ്യുന്നവൻ, അവൻ സകലവും നന്നായി ചെയ്യുന്നവൻ. തന്റെ പുത്രനെ കാൽവരിയിൽ തകർത്ത് കളഞ്ഞെങ്കിൽ അവന്റെ അടക്കത്തിൽ അവനൊരിക്കലും അനാഥനായി കുശവന്റെ നിലം വാങ്ങിയിട്ട് പരദേശികളെ കുഴിച്ചിടാനുള്ള കുശവന്റെ നിലത്ത് കൊണ്ടുപോയി അല്ല യേശുവിനെ അടക്കിയത്. യേശു മരിച്ചത് പാളയത്തിന് പുറത്തു വെച്ചായിരുന്നെങ്കിലും യേശു അടക്കപ്പെട്ടത് ഏറ്റവും ഉന്നതമായ ശ്രേഷ്ഠമേറിയ അരിമത്യയിലെ യോസഫിന്റെ കല്ലറയിലായിരുന്നു. അതിൽ ആ സ്വർഗം കണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു നിക്കോദോമസ്. അതേക്കുറിച്ച് അവിടെ രേഖപ്പെടുത്തുന്ന യോഹന്നാൻ സുവിശേഷം 19-18 വാക്യങ്ങൾ. യേശുവിന്റെ ശരീരം എടുത്തുകൊണ്ട് പോകുക. പീലാത്തോസിനോട് അനുവാദം ചോദിച്ചു. പീലാത്തോസ് അനുവദിക്കിയാൽ അവൻ വന്ന് അവന്റെ ശരീരം എടുത്തു. ആദ്യം രാത്രിയിൽ അവന്റെ അടുക്കൽ വന്ന നിക്കോദെമോസും ഏകദേശം 300 റാത്തൽ 100 അകിലും കൊണ്ടുള്ളൊരു കൂട്ട് കൊണ്ടുവന്നു. നോക്കണം, ഈ നിക്കോദെമോസ് യേശു പറഞ്ഞു ഈ മന്ദിരം പൊളിക്കപ്പെടും എന്ന് പറഞ്ഞിട്ട് സാക്ഷ്യം ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിക്കോദെമോസിനെ അന്നാദ്യമായി യേശു അടുക്കൽ, ഈ പ്രമാണിമാരിൽ സമ്പന്നന്മാരിൽ ആദ്യമായി യേശു അടുക്കൽ വന്ന നിക്കോദെമോസ്. അതുകൊണ്ടാണ് രേഖപ്പെടുത്തുന്നത്. ആദ്യം 39-ാം വാക്യം, ആദ്യം രാത്രിയിൽ അവന്റെ അടുക്കൽ വന്ന നിക്കോദെമോസും ഒരുവൻ അനുവാദം ചോദിച്ചു. അരിമത്യയിലെ മന്ത്രിയായിരിക്കുന്ന ജോസഫ് പീലാത്തോസ് അനുവാദം ചോദിച്ചവൻ മാന്യനായതുകൊണ്ട് അവൻ ചോദിച്ച പ്രകാരം ആ ശരീര ഉടൽ ജോസഫിന് വിട്ടുകൊടുത്തു. അപ്പോൾ സ്വർഗം നിക്കോദെമോസിനെ മറ്റൊരു കാര്യത്തിന് വേണ്ടി ഒരുക്കി നിർത്തിയിരുന്നു. അവൻ എന്ത് ചെയ്തെന്നറിയാമോ? നിക്കോദെമോസ് ഏകദേശം 300 റാത്തൽ 100 അകിലും കൊണ്ടുള്ള ഒരു കൂട്ട് കൊണ്ടുവന്നു. അവർ യേശുവിന്റെ ശരീരമെടുത്ത് യഹൂദന്മാർ ശവമടക്കുന്ന മര്യാദ പ്രകാരം അതിനെ സുഗന്ധ വർഗത്തോടുകൂടെ ശീല പൊതിഞ്ഞ് കെട്ടി അവനെ സ്ഥലത്ത് തന്നെ ഒരു തോട്ടവും, ആ തോട്ടത്തിൽ മുമ്പേ ആരെയും വെച്ചിട്ടില്ലാത്ത പുതിയൊരു കല്ലറയും ഉണ്ടായിരുന്നു. ആ കല്ലറ സമയമാകൊണ്ട് അവർ യഹൂദന്മാരുടെ ഒരുക്കനാൾ നിമിത്തം യേശുവിനെ അവിടെ വെച്ചു. 3 സന്ദർഭങ്ങളാണ് ഈ നിക്കോദെമോസിനെ കുറിച്ച് സുവിശേഷം. അതിന്റെ 1-ാമത്തെ ഭാഗം നമ്മൾ കണ്ടല്ലോ, സാക്ഷ്യം പറയും. സാക്ഷ്യം പറഞ്ഞിട്ട് അവന് ഉറപ്പില്ലായിരുന്നു. കാരണം അവന്റെ സ്ഥാനം പോകാതിരിക്കാൻ വേണ്ടി അവൻ അങ്ങനെ നിന്നു. ഞാൻ വിശ്വസിക്കാതെ ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. ഞാൻ വിശ്വസിക്കുന്ന നിശ്ചയമായിട്ടും ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ കണ്ട ശേഷമായി
ഈ നിക്കോദോമസും അതുപോലെ യോസഫൊക്കെ ആ 120 പേര് കൂടിയിരുന്നതിന്റെ കൂട്ടത്തിൽ ഇവരുമുണ്ടായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം കർത്താവിന് വേണ്ടി ആ ശുശ്രൂഷ ചെയ്തവരെ ദൈവം മാറ്റിവിട്ടിട്ടില്ല, തള്ളിക്കളഞ്ഞിട്ടില്ല. അന്ന് അവർ രഹസ്യത്തിലാ ചെയ്തെങ്കിലും, ഭയത്തോടെ ചെയ്തെങ്കിലും, പേടിച്ചിട്ടാ ചെയ്തെങ്കിലും, കർത്താവിന്റെ ഉയർപ്പിന് ശേഷമായി ഞാൻ വിശ്വസിക്കുന്നു ഇവർക്ക് കൂടി ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഇവരും കർത്താവിന്റെ ആ 120 പേര് കൂടിയ ആ സംഘത്തിൽ ഉൾപ്പെട്ടിരുന്നു എന്ന് ഞാൻ എന്റെ രാത്രി വിശ്വസിക്കാൻ പറയാൻ കാരണം, ഇങ്ങനെ വചനത്തിൽ ചെയ്തിട്ടില്ലെങ്കിലും ദൈവത്തിന് വേണ്ടി ചെയ്തവരെ ദൈവം കൈവിട്ട് കളഞ്ഞിട്ടില്ല. നമുക്കറിയാം, ലൂക്കോസിന്റെയും അലക്സിന്റെയും അപ്പനായിരിക്കുന്ന കുറേനക്കാരൻ ശിമോൻ വയലിൽ നിന്ന് വരുമ്പോൾ യേശുവിന്റെ ക്രൂശിന്റെ അറ്റമൊന്ന് താങ്ങിയത് കൊണ്ട് അവന്റെ മക്കൾ പ്രസിദ്ധരായി തീർന്നെങ്കിൽ യേശുവിന്റെ ഉടൽ ആ ക്രൂശിൽ നിന്ന് എടുത്ത് യഹൂദന്മാരുടെ മര്യാദ പ്രകാരം തിരുവചനത്തിന്റെ വചന നിവൃത്തിക്കായി സമരന്മാരായ കൂടെ അവന് സ്ഥാനം കൊടുത്തുകൊണ്ട് ആ ശുശ്രൂഷ ചെയ്തെടുത്ത ഇവരും കർത്താവിന്റെ ശുശ്രൂഷ ഗണത്തിൽ പിന്നീടായി എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവരുടെ ഭയമെല്ലാം മാറി ഉയർക്കപ്പെട്ട കർത്താവ് അവർക്ക് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവർ നിശ്ചയമായിട്ടും യേശുവിനെ അംഗീകരിച്ചിട്ടുണ്ട് എന്നുള്ളതും രാത്രിയിൽ നമുക്ക് ഇതിനോട് ബന്ധത്തിൽ ചിന്തിച്ചെടുക്കാൻ സാധിക്കും. ഇവിടെ ഞാൻ ഈ പറഞ്ഞ വിഷയം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കാരണം ഈ കഥ പറഞ്ഞ സാക്ഷ്യം ആവശ്യമില്ല, പൊതുവിലുള്ള എന്തെന്നറിയാമെന്ന് പറഞ്ഞതുകൊണ്ട് ഈ പറഞ്ഞ നിക്കോദോമസ് പറഞ്ഞ ചാഞ്ചാട്ടമുള്ളവനായി തീർന്നെങ്കിലും അവൻ സന്ദർഭത്തിനനുസരിച്ച് സംസാരിച്ചിട്ടുണ്ട്. രാത്രിയില അവൻ വന്നെങ്കിലും ദൈവം അവനോട് സ്പർശിച്ചിരുന്നത് കൊണ്ട് ഇവർ ആലോചന ഇട്ടപ്പോൾ ജോസഫ് ആ കൂട്ടത്തിലുള്ളവനായിരുന്നില്ല, നിക്കോദോമസ് ആ കൂട്ടത്തിലുള്ളവനായിരുന്നില്ല. അവർക്ക് മനസ്സുകൊണ്ട് പേടി ഉണ്ടായിരുന്നെങ്കിലും മനസ്സിലൊരു വിശ്വാസമുണ്ടായിരുന്നു, യേശു ദൈവത്തിനാണെന്നുള്ളത്. അതുകൊണ്ടാണ് അവരെ ഉപയോഗിപ്പാടെ തന്നത്. അത് ദൈവത്തിന്റെ പദ്ധതിയും ദൈവത്തിന്റെ ഉദ്ദേശമായിരുന്നു അവരെ അവിടെ ആ സ്ഥാനത്തിൽ നിർത്തുവാൻ ദൈവ ഉദ്ദേശമാണ്. ഇവരന്ന് തന്നെ ഇറങ്ങി തിരിച്ചിരുന്നെങ്കിൽ, ഇപ്പൊ നമ്മൾ വിചാരിക്കും എന്തുകൊണ്ട് അരിമത്തിൽ ജോസഫും നിക്കോദോമസും ഇത് കണ്ട് ഇറങ്ങി തിരിച്ചിരുന്നെങ്കിൽ ഇവർക്ക് സ്ഥാനം കാണത്തില്ല, യേശുവിന് ശരീരം ചോദിക്കാൻ പറ്റത്തില്ല, യേശുവിനെ ശവസ്കാരം ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ചില തടസ്സങ്ങളും ചില സമയങ്ങളും ചില ആ വ്യക്തികൾ വിശ്വാസം വരാതിരിക്കുന്നതിന് പിറകിൽ ദൈവത്തിലെ ഉദ്ദേശമുണ്ട്. നിക്കോദോമസ് വന്നപ്പോൾ തന്നെ യേശുവിനെ അംഗീകരിച്ചായിരുന്നെങ്കിൽ ആര് കൊണ്ടുവരുമായിരുന്നു യേശു ശവസ്കാര സൂക്ഷയ്ക്കുള്ള മൂറും സുഗന്ധദൈവം ആര് കൊണ്ടുവരുമായിരുന്നു? അരിമത്യയിലെ ജോസഫ് പേടിയൊന്നുമില്ലാതെ ഇറങ്ങിത്തിരിച്ചിരുന്നെങ്കിൽ ആര് പീലാത്തോസിന്റെ അടുത്ത് പോയി യേശുവിന്റെ ശരീരം ചോദിക്കുമായിരുന്നു? അതുകൊണ്ട് ദൈവത്തിന് ഓരോരുത്തരെയും ഏത് സാഹചര്യത്തിൽ ഉപയോഗിക്കാമെന്ന് ദൈവത്തിനറിയാം. അതുകൊണ്ട് നമ്മൾ ആരെയും ഒന്നും വിചാരിക്കരുത്, ഇവരെ കൊണ്ട് പ്രയോജനമില്ലാന്ന് വിചാരിക്കരുത്. സുവിശേഷം അറിയിക്കുക, സുവിശേഷം കേട്ട് കഴിഞ്ഞിട്ട് ഒരുപക്ഷെ അവർ രഹസ്യത്തിൽ വരാത്തവരായിരിക്കാം, നമ്മളവരെ തള്ളിക്കളയണ്ട, നമ്മളവരെ നിരാകരിച്ചു കളയണ്ട. പക്ഷെ അവർ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച ദൈവസഭ നമ്മുടെ കൂടെ ചേർന്നില്ല എന്ന് വിചാരിച്ചുകൊണ്ട് അവരെ ആരും തള്ളിക്കളയണ്ട. സുവിശേഷം കേൾക്കുവാൻ താല്പര്യമുള്ളവർ അവരെന്തെങ്കിലും ഒരു ദിവസം അവർ ദൈവകൃപയിലേക്ക് വരും എന്നുള്ളതും ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കുന്നു. അതുകൊണ്ട് സുവിശേഷം പറഞ്ഞിട്ട് യേശുവിനെ അനുഗമിച്ചിട്ടില്ല, പെട്ടെന്ന് ഇറങ്ങിത്തിരിച്ചില്ല എന്ന് കണ്ടുകൊണ്ട് നിങ്ങളവർക്ക് വേണ്ടി പ്രാർത്ഥന നിർത്തിക്കളയണ്ട. നിശ്ചയമായിട്ടും ദൈവം അവർക്ക് വേണ്ടി അവരെ കരുതിയിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ചെയ്ത് കഴിയുമ്പോൾ അവരും ഈ കർത്താവിനെ പിൻപറ്റുവാൻ ഇടയത്തരും. അതുകൊണ്ട് ചിലരെ ദൈവം മാറ്റി നിർത്തിയിട്ടുണ്ട്. ഞാൻ ഉദാഹരണ സഹിതം പറഞ്ഞത് പ്രവചനം നിവൃത്തിയാക്കണമല്ലോ. അരിമത്യയിലെ ജോസഫ് യേശുവിനെ പരസ്യമായി അംഗീകരിച്ചു വന്നിരുന്നെങ്കിൽ അവൻ ആ സ്ഥാനത്തുനിന്ന് തള്ളപ്പെട്ടു പോകുമായിരുന്നു. നിക്കോദോമസ് യേശുവിനെ പരസ്യമായി അംഗീകരിച്ചിരുന്നെങ്കിൽ അവൻ ആ സ്ഥാനത്ത് തള്ളപ്പെട്ടു പോകുമായിരുന്നു. എന്നാൽ ഇവർ രണ്ടുപേരും അതിൽ നിൽക്കണമെന്നുള്ള ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. അല്ല, അവരുടെ ഉള്ളിൽ ദൈവരാജ്യം കാത്തിരിക്കുന്നവരായിരുന്നു. അത് അവർ ചെയ്യേണ്ട ശുശ്രൂഷ ചെയ്യുവാൻ ദൈവരെ നിർത്തി. അതിന് ശേഷമായി ഞാൻ ചിന്തിക്കുന്നത്, നിങ്ങൾക്കതിന് വിയോജിപ്പോ വേദപണ്ഡിതന്മാർ അല്ലെങ്കിൽ എന്നെക്കാൾ ജ്ഞാനികളായിരിക്കുന്ന മറ്റുള്ളവരും പലതും അതേക്കുറിച്ച് ചിന്തിച്ച് പറയുന്നുണ്ടെങ്കിൽ അത് അവരുടെ അഭിപ്രായമാണ്. പക്ഷെ എന്റെ എളിയ അഭിപ്രായം എന്ന രീതിയിൽ ഞാൻ പറയുകയാണ്, ഞാൻ ചിന്തിക്കുകയാണ്, രാത്രി ഞാൻ പ്രസ്താവിക്കുകയാണ്. നിശ്ചയമായിട്ടും ഈ രഹസ്യത്തിലുണ്ടായിരുന്ന ഈ ശിഷ്യന്മാരായിരിക്കുന്ന ഈ നിക്കോദോമസും ഈ അരിമത്യയിലെ ജോസഫും പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുന്ന കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത്
രാത്രി. കാരണം അവർക്ക് മനസ്സിലായി അവരടക്കി വെച്ചിരുന്ന യേശു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് അടങ്ങിയിരിക്കാൻ കഴിയത്തില്ല, സ്ഥാനമാനത്തിന് പിന്നാലെ പോകത്തില്ല. ഉയർക്കപ്പെട്ട യേശുവിന്റെ സാക്ഷ്യം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവരെ ഒതുക്കി വെക്കാൻ ഒരു പാരമ്പര്യത്തിനും കഴിയത്തില്ല. ക്രിസ്തുവിന്റെ ദർശനം കിട്ടിക്കഴിഞ്ഞാൽ യേശു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു എന്നുള്ള ആ ദർശനം ആരുടെ ഹൃദയത്തിൽ കിട്ടിയാലും അവരെ ഒതുക്കി നിർത്താൻ കഴിയത്തില്ല. അവരെല്ലാം അഭിഷേകം പ്രാപിച്ച് ദൈവകൃപയിൽ ദൈവസ്വയുടെ അംഗങ്ങളായി തീരുക തന്നെ ചെയ്യും. അത് ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത് ഞാൻ രാത്രിയിൽ വചനാടിസ്ഥാനത്തിൽ തെളിവിൽ ഞാൻ സ്ഥിരീകരിക്കുകയാണ്. ബാക്കിയുള്ള വിഷയങ്ങൾ വേഗത്തിൽ നമുക്ക് ചിന്തിക്കാം. എന്റെ 3-ാം അധ്യായത്തില് 3-ാമത്തെ വാക്യം, യേശു അവനോട്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം. അതാ പറഞ്ഞു, നിക്കോദെമോസേ, നീ പറഞ്ഞ സാക്ഷ്യമൊക്കെ കൃത്യമാണ്, പക്ഷെ നീ പഴയ പ്രമാണവുമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ എന്റെ പുതിയ നിയമം നിനക്ക് മനസ്സിലാക്കിക്കണം. ഒരു കഥ പറഞ്ഞു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയില്ല എന്ന് ഉത്തരം. അതാണ് ദൈവരാജ്യം കാണണം. ദൈവത്തിന്റെ രാജ്യം എന്താണെന്ന് നിനക്കറിയാം. അത് കാണണമെങ്കിൽ, അത് അതിന്റെ അനുഭവം ഉണ്ടാകണമെങ്കിൽ നീ വീണ്ടും ജനിക്കണം, പുതുതായി ജനിക്കണം. പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയില്ല. ന്യൂ ബോൺ, അല്ലെങ്കിൽ വീണ്ടും ജനിക്കണമെന്ന് അവനോട് പറഞ്ഞപ്പോൾ യഹൂദന്മാർക്കറിയാം ഈ പുനർജനനമില്ലെന്നറിയാം. മനുഷ്യൻ ഒരിക്കൽ മാത്രമേ ജനിക്കുകയുള്ളൂ, രണ്ടാമത് മരിച്ച് വീണ്ടും അമ്മയുടെ ഉദരത്തിൽ നിന്ന് ജനിച്ചു വരത്തില്ല എന്നുള്ളത് പഴയ നിയമത്തിന്റെ പ്രമാണം അനുസരിച്ച് ഇല്ലാത്തത് കൊണ്ട് നിക്കോദെമോസ് അറിവുള്ളവനായതുകൊണ്ട് അപ്പൊ ഒരിക്കലും ഈ പുനർജനനത്തെ കുറിച്ചുള്ള പഠിപ്പിക്കുക യഹൂദന്മാരുടെ ഇടയിൽ. അല്ലെങ്കിൽ അവൻ പറഞ്ഞാനെ വീണ്ടും ജനിക്കുമ്പോൾ അങ്ങനെയല്ല പറയുന്നത്. ഇവൻ പറഞ്ഞ സുശൻ അറിയാവോ? നിക്കോദെമോസ് അവനോട്, മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാമോ എന്ന് ചോദിച്ചു. ഈ മനുഷ്യൻ ഇവൻ തന്നെ വീണ്ടും വരും. അതൊരിക്കലും മരിച്ചു കഴിഞ്ഞിട്ട് വേറൊരു വ്യക്തിയായിട്ട് അമ്മയുടെ ഉദരത്തിൽ വരുന്ന രീതി അല്ല. അത് ദൈവത്തിന്റെ വചനത്തിൽ ഉള്ളതല്ല എന്ന് യഹൂദ പ്രമാണം അറിയാവുന്ന, പഴയ നിയമായിരിക്കുന്ന ദൈവത്തിന്റെ വചനം അറിയാവുന്ന നിക്കോദെമോസ് പറഞ്ഞു, പുനർജനനം അങ്ങനെയില്ല, എനിക്കറിയാം, മരിച്ചതിന് ശേഷം വീണ്ടും ജനിക്കത്തില്ല. എന്നാൽ ജീവനോടിരിക്കുന്ന ഒരുവൻ വൃദ്ധനായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവൻ ജനിച്ചതിന് ശേഷമായിട്ട് നീ പറയുന്നത് പോലെ എങ്ങനെയാണ് വീണ്ടും ജനിക്കുന്നത്? അപ്പോൾ ചോദിക്കുക, വീണ്ടും രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാമോ എന്ന് ചോദിച്ചു. അതിന് യേശു, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, നീ അങ്ങനെ ചോദിച്ചതല്ലോ, അങ്ങനെ ഒരു ജനനമല്ല നിക്കോദെമോസേ, നിന്റെ നീ പഠിച്ചു വെച്ച പ്രമാണമൊക്കെ ശരിയാണ്. അവൻ അസന്നിഗ്ധമായിട്ട് പറഞ്ഞു. പക്ഷെ മറ്റു പലരും വിചാരിക്കുന്നത് വീണ്ടും ജനനമുണ്ടെന്നാണ്. വീണ്ടും ജനനം എന്ന് പറഞ്ഞാൽ പുനർജനനം, റീബർത്ത്, വീണ്ടും ജനിക്കും. അങ്ങനെ ഒരു പഠനം പഴയ മോശിക പ്രമാണത്തിൽ ഇല്ല. അതുകൊണ്ടാണ് അവൻ അങ്ങനെ പറഞ്ഞത്. വീണ്ടും ജനിക്കുന്നത് ഇങ്ങനെയാണോ? ഞാനിപ്പോ വൃദ്ധനായ ശേഷമായിട്ട് വീണ്ടും അമ്മയുടെ ഉദരത്തിൽ കടന്നിട്ട് എങ്ങനെയാണ് ജനിക്കാൻ കഴിയുന്നത്? അങ്ങനെ ഒരു ജനനം ഒറ്റ ജനനം മാത്രമേ ഉള്ളൂ, പിന്നീട് എങ്ങനെയാണ് ജനിക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ് ചോദിച്ചത്. മനുഷ്യന് ഒരിക്കൽ മാത്രമായിട്ട് ഇങ്ങനെ 2 പ്രാവശ്യം ആരും ചേർത്ത് ജനിക്കത്തില്ല. എന്നാൽ മനുഷ്യന് ഒന്നിലധികം പ്രാവശ്യം വേണം മരിക്കാൻ. മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കാൻ, വീണ്ടും മരിക്കാം. ജനനം ഒറ്റ പ്രാവശ്യം, ഒരിക്കൽ മാത്രമാണ്. ഒരിക്കൽ ജനിക്കും, ജനം ഒരിക്കൽ മാത്രമേ. പിന്നുള്ളത് ആത്മീയ ജനം, വീണ്ടും ജനനമാണ്. ലോകത്തുള്ള സകല മനുഷ്യരും ഒരിക്കൽ മാത്രമേ ജനിക്കൂ. ആ പ്രമാണം വചനം അടിസ്ഥാനത്തായതാണ് നിക്കോദെമോസ് അങ്ങനെ പറഞ്ഞത്. രണ്ടാമത് അവൻ ചിന്തിച്ചത്, ഒരിക്കൽ മാത്രമേ ജനിക്കുള്ളല്ലോ, പിന്നീട് വീണ്ടും ജനിക്കണമെന്ന് പറഞ്ഞാൽ എങ്ങനെ ജനിക്കും? ഞാൻ മരിച്ച ശേഷം ഒരിക്കലും മറ്റൊരു വ്യക്തിയായിട്ടോ മൃഗമായിട്ടോ ഒന്നും പോകത്തില്ല. അത് മനുഷ്യാത്മാവിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് പഴയ നിയമത്തിൽ ഉണ്ടായിരുന്നുകൊണ്ടാണ് അങ്ങനെ പറയാൻ കഴിയാത്തത്, നിക്കോദെമോസ് പറയാൻ കഴിയാത്തത്. അപ്പൊ പറഞ്ഞു, ഞാൻ വീണ്ടും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാമോ എന്ന് ചോദിച്ചു. യേശുവോട് പറഞ്ഞു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞു. ജലത്തിൽ ജനിച്ച് ജഡമാകുന്നു, ആത്മാവിൽ ജനിച്ച് ആത്മാവാകുന്നു. നിങ്ങൾ പുതുതായി ജനിക്കണം എന്ന് ഞാൻ നിന്നോട് പറയുകയാണ് ആശ്ചര്യപ്പെടുന്നത്. നീ എന്തിനാ ഇങ്ങനെ ആശ്ചര്യപ്പെടുന്നത്? ഇതിനെ അത്ഭുതപ്പെടുന്നത്?
നീ ഉപദേശമല്ലേ? ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. അതിന്റെ അക്ഷരികമായിട്ടുള്ള അർത്ഥത്തിലാണ് ഈ നിക്കോദെമോസ് അതിനെ എടുത്തത്. പഴയ നിയമക്കാർക്ക്, പാരമ്പര്യക്കാർക്ക് വചനം എപ്പോഴും പഠിക്കുമ്പോൾ അക്ഷരികമായിട്ടുള്ള ഇന്റർപ്രിട്ടേഷൻ വ്യാഖ്യാനമേ കിട്ടുള്ളൂ. എന്നാൽ അവർക്ക് അത് മാത്രമേ അക്ഷരികമായിട്ടുള്ള ഇതേയുള്ളൂ. എന്നാൽ ആത്മാവിൽ പ്രാപിച്ചിരിക്കുന്ന പുതിയ നിയമ ദൈവസഭയ്ക്ക് മാത്രമേ ഇതിൽ മറഞ്ഞിരിക്കുന്ന ആത്മീയ മർമ്മം മനസ്സിലാക്കാൻ കഴിയത്തു. ആണ് നമ്മുടെ വ്യത്യാസം. മറ്റുള്ളവരെല്ലാം അക്ഷരികമായിട്ടുള്ളതാണ്. ചൊല്ലും ചൊല്ലുത്തും എല്ലാം അക്ഷരികമാണ്. അത് എഴുതപ്പെട്ട കാര്യങ്ങളാണ്. എന്നാൽ നമ്മുടെ ആരാധന, പ്രാർത്ഥന ഇന്നലെ പ്രാർത്ഥിച്ച പോലെ തന്നെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അല്ല, നമ്മൾ പ്രാർത്ഥന സാഹചര്യത്തിനനുസരിച്ച്, നമ്മുടെ പ്രാർത്ഥനയുടെ കണ്ടന്റ് ഒരുപോലെ, പക്ഷെ പ്രാർത്ഥന സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ പ്രാർത്ഥിക്കും. ഓരോ സാഹചര്യത്തിനനുസരിച്ച്, ആവശ്യങ്ങളെ അനുസരിച്ച് നമ്മൾ സ്തോത്രത്തോടെ പ്രാർത്ഥിക്കും. അല്ലാതെ എഴുതി വെച്ചിരിക്കുന്ന ഒരു പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിച്ച് കിടക്കുകയല്ല ചെയ്യുന്നത്. നമ്മുടെ ആവശ്യങ്ങളെ ഇന്നതെന്ന് പറഞ്ഞുകൊണ്ട് നാം സ്തോത്രത്തോടെ പ്രാർത്ഥിക്കുന്നവരാണ്. ആത്മീയ ചിന്തയുള്ളവരാണ്, ആത്മാവിന്റെ ചിതമുള്ളവരാണ്. അതുകൊണ്ടാണ് കർത്താവ് പുതുതായി നീക്കുന്ന കാറ്റ് ഇഷ്ടമോടെ തോന്നുന്നു, നിന്റെ ശബ്ദം നീ കേൾക്കുന്നു എങ്കിലും അത് എവിടെ നിന്ന് വരുന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും അറിയുന്നില്ല. ആത്മാവിനെ ആചരിച്ചെല്ലാം അതുപോലെ ആകുന്ന ഉത്തരം. നമ്മുടെ ഉത്ഭവം എടുത്ത് ചോദിക്കാൻ പറഞ്ഞാൽ കാണിച്ചു കൊടുക്കാൻ കഴിയത്തില്ല. ഞാൻ പരിശുദ്ധാത്മാവ് ജനിച്ചെന്ന് പറഞ്ഞാൽ ആർക്കത് മനസ്സിലാകാത്തത്. അതുകൊണ്ട് ഈ കാറ്റ് നീ കാണുന്നില്ലേ, കാറ്റ് ഊതുന്ന കാണുന്നു, പക്ഷെ എവിടെ നിന്ന് വന്നു എവിടെ നിന്ന് പോകുന്ന ആരും അറിയുന്നില്ല. എവിടെ നിന്ന് വന്നു എവിടെ നിന്ന് പോകും എന്ന് പറഞ്ഞ പോലെയാണ് ആത്മാവ് ജനിച്ചത്. ഇപ്പം നമ്മുടെ ദൈവസഭയുടെ കൃത്യമായ ആത്മാവ് എപ്പോൾ വന്നു, എങ്ങനെയാണ് നെല്ല് കയറുന്നൊക്കെ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. ഞാൻ പറയാം, വീണ് ജനിച്ചെന്ന് പറയുമ്പോൾ ദൈവാത്മാവ് എപ്പോഴാണ് വന്ന് കയറുന്നുണ്ട്, പക്ഷെ ജലപ്രകാരമുള്ള ജന്മമാണെങ്കിൽ കാണിച്ചു കൊടുക്കാം. പിന്നെ ഹോസ്പിറ്റലിൽ ഇന്ന സമയത്ത് ജനിച്ചെന്നുള്ള തെളിവുണ്ട്. പക്ഷെ വീണ്ടും ജനിച്ചതിന്റെ തെളിവുള്ളൂ. നീ തെളിവ് കൊടുക്കുന്നത് എങ്ങനെയാണ്? നീ വീണ്ടും തെളിവ് എന്ന് പറഞ്ഞാൽ, ഇപ്പം ജലപ്രകാരമുള്ള ജന്മം എന്ന് പറയുമ്പോൾ എവിടെയെങ്കിലും വീട്ടിൽ ജനിച്ചോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ജനിച്ചോ തെളിവുണ്ട്, മറ്റുള്ള സാക്ഷി. പക്ഷെ ഒരു ആത്മാവിൽ ജനിച്ചെന്ന് പറയുമ്പോൾ അതിന്റെ തെളിവ് കൊടുക്കാൻ കഴിയത്തില്ല. ഞാൻ ഇന്ന് വീണ്ടും ജനിച്ചെന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു, അത് നമ്മളത് കണക്കാക്കുന്നു, ചിന്തിക്കുന്നു, പക്ഷെ മറ്റുള്ളവർക്ക് അത് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയത്തില്ല. ഞാൻ ജഡത്തിൽ ജനിച്ചെന്നുള്ളത് എന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് ആണ് വാങ്ങിയിരിക്കും. പക്ഷെ ഞാൻ റീബർത്ത് ചെയ്തത് ബോൺ അഗൈൻ, വീണ്ടും ജനിച്ചതിനെ കുറിച്ച് സർട്ടിഫിക്കറ്റ് കാണിക്കാൻ പറ്റും. പിന്നെ നമ്മുടെ ബാപ്റ്റിസ്റ്റ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് അത് നമ്മുടെ ഒരു ചർച്ചിന്റെ ഞാൻ പറഞ്ഞല്ലോ സ്ഥാനം നടത്തിയതിനെ കുറിച്ചുള്ള സർട്ടിഫിക്കറ്റ്. എന്നാൽ വീണ്ടും ജനിക്കുന്നതിനെ കുറിച്ചുള്ള സർട്ടിഫിക്കറ്റ് ആർക്കും പ്രസന്റ് ചെയ്യാൻ കഴിയത്തില്ല. പറ്റുമോ? വീണ്ടും ജനിക്കുന്നത് സർട്ടിഫിക്കറ്റ് ഏതെങ്കിലും ചർച്ച തന്നിട്ടുണ്ട്? ഏതെങ്കിലും ചർച്ച കൊടുക്കാൻ പറ്റുമോ? ഇന്ന ദിവസം ഇന്നയാള് വീണ്ടും ജനിച്ചത് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റും? അത് കാറ്റിനെ പോലെയാണ്. കാറ്റ് എവിടെ നിന്ന് ഊതുന്നു, എവിടെ നിന്ന് വരുന്നു, എവിടെ നിന്ന് പോകുന്നു ആർക്കും അറിയാൻ കഴിയത്തില്ല. സ്നാനപ്പെട്ട ഡേറ്റ് കൊടുക്കും, ഇന്ന ദിവസം സ്നാനപ്പെട്ടു. വീണ്ടും ജനിച്ചതിനെ കുറിച്ചുള്ള സർട്ടിഫിക്കറ്റ് ഒരു ചർച്ചക്കാർക്കും ഇഷ്യൂ ചെയ്യാൻ പറ്റത്തില്ല. ദൈവത്തിന്റെ പുസ്തകത്തിലുള്ളതാണ്. ദൈവമാണ് അത് തരുന്നത്, അല്ലാതെ നമ്മളാരുള്ളത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഈ പുതിയ ജനിച്ചത് ആൾക്കാർ നമ്മളാരും തെറ്റിദ്ധരിക്കരുത്. സ്നാനത്തിന്റെ സർട്ടിഫിക്കറ്റ് വരുന്നുണ്ടല്ലോ, അതുകൊണ്ട് അത് വീണ്ടും ജന സർട്ടിഫിക്കറ്റ് അല്ല. സ്നാനപ്പെട്ടെന്നുള്ളത് ഇവിടെ നടക്കുന്ന ഒരു പ്രക്രിയയാണ്. അതെല്ലാവരും കാണുക ചെയ്യുന്നതുകൊണ്ട് തെളിവുണ്ട്, സാക്ഷ്യമുണ്ട്, സൈനുണ്ട്. വിവാഹം അതിന്റെ സാക്ഷ്യമുണ്ട്. എന്നാൽ വീണ്ടും ജനിച്ചതിനെ കുറിച്ച് സർട്ടിഫൈ ചെയ്യാൻ ഒരു പാസ്റ്റർ കൂടി. ഞാൻ വീണ്ടും ജനിച്ചെന്ന് പറഞ്ഞുകൊണ്ട് സർട്ടിഫിക്കറ്റ് അതിനുള്ള അധികാരമുള്ള ഒരു വ്യക്തിയും ലോകത്തിലില്ല. ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? ഇല്ല, ഒരൊറ്റ വ്യക്തിയിൽ. പക്ഷെ സ്നാനപ്പെട്ട എന്റെ ഡേറ്റും അതോ ഞാനും മനുഷ്യ കൈകളാക്കി തന്നത്. വീണ്ടും ഞാൻ പരിശുദ്ധാത്മാഭിഷേകം എന്റെ ഒന്നും സർട്ടിഫിക്കറ്റ് ആർക്കും അതുകൊണ്ടാണ് ഇഷ്യൂ ചെയ്യാത്തത്. ഒരു ചർച്ചക്കാർ ഇഷ്യൂ ചെയ്യത്തില്ല. അഭിഷേകമുള്ള ദൈവകൃപയുള്ള ഒരു സഭയും വീണ്ടും ജനിച്ച ഡേറ്റോ അതുപോലെ തന്നെ പരിശുദ്ധാത്മാഭിഷേക ഡേറ്റോ ഒന്നും നമുക്കറിയാമെങ്കിലും അത് സർട്ടിഫൈ ചെയ്യാത്തതിന്റെ കാരണം അത് ഇഷ്യൂ ചെയ്യാൻ പറ്റത്തില്ല. അതിന്റെ അധികാരി ദൈവമാണ്. എന്നാൽ നമ്മുടെ വെള്ളത്തെ സ്ഥാനപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ് അത് കൊടുക്കും. അത് ലോകത്ത് ചെയ്ത വിഷയമായതുകൊണ്ട്, സാക്ഷ്യമുള്ളത് കൊണ്ട് നാം ചെയ്തതുകൊണ്ട് അതിന് സർട്ടിഫിക്കറ്റ് കിട്ടും. ഈ ചിന്ത മനസ്സിലായി വിചാരിക്കുന്നു. അതുകൊണ്ട് വീണ്ടും ജനിച്ചതെന്നാണ് നമ്മൾ സ്വർഗം അറിയുന്നത്, അഭിഷേകം നമ്മൾ പ്രാപിച്ചെന്നാണ് സ്വർഗം അറിയുന്നത്. നമുക്കത് അറിയാമെങ്കിലും അതൊന്നും സർട്ടിഫിക്കറ്റ് ആരും വാങ്ങിക്കേണ്ട. സ്ഥാനപ്പെടുത്തിയ സർട്ടിഫിക്കറ്റും സാക്ഷ്യവും ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ എന്നാൽ സഭയിൽ ചേർന്നതിന് വേണ്ടി അത് ഉപയോഗിക്കാമെന്നുള്ളതും അനുസരണത്തിൽ ഓർപ്പിക്കുന്നു. ഇവിടെ കർത്താവ് സാക്ഷ്യത്തെ കുറിച്ചുള്ള യഥാർത്ഥമായ വെളിപ്പാടാണ് ഈ മൂന്നാമത്തെ നിക്കോദെമോസുള്ള ഒരു കാര്യത്തിൽ സംസാരിച്ചത്. യേശു പറയുകയാണ്, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തെ കടപ്പാൻ ആർക്കും കഴിയുകയില്ല.
ആദ്യം കർത്താവ് പുതുതായി ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം കാണുവാൻ കഴിയത്തില്ല. അത് പറഞ്ഞു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ അതിൽ കടപ്പാൻ ആർക്കും കഴിയത്തില്ല. അപ്പൊ ദൈവരാജ്യം കാണണം, ദൈവരാജ്യത്തിൽ കടക്കണം. യേശു സുവിശേഷം ദൈവരാജ്യത്തെ പ്രസംഗിച്ചു. യവനാന്തരവിലായ ശേഷം യേശു ദൈവരാജ്യം സുവിശേഷിച്ചുകൊണ്ട് പ്രസംഗിച്ചു നടന്നപ്പോൾ ക്രിസ്തുവിനെ കണ്ടവർ ദൈവരാജ്യത്തെ കണ്ടവരായിരുന്നു. യേശുവിനെ കണ്ടവർ അവനെ വിശ്വസിച്ച് ദൈവരാജ്യത്തിൽ കടപ്പാൻ ഭാഗ്യം ലഭിച്ചു. അതുകൊണ്ട് കർത്താവിനത് കാണണം. കണ്ട ശേഷം എന്ത് ചെയ്യണം? നീ കേട്ട് ഈ സുവിശേഷം കേട്ട് അതിനകത്ത് കടക്കണം. അതിൽ ആത്മാവിനാലും വെള്ളത്താൽ ആത്മാവിൽ ജനിച്ചില്ല എങ്കിൽ ദൈവത്തിൽ കടക്കാൻ ആർക്കും കഴിയില്ല. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് യോഹന്നാൻ എഴുതിയ ലേഖനത്തിലെ ഒരു ഭാഗം വായിച്ചെങ്കിൽ മാത്രമേ എന്താണ് ജലം, എന്താണ് ഈ രക്തം എന്നുള്ളത് മനസ്സിലാകത്തുള്ളൂ. ആത്മാവിനാലും ഇവിടെ പറഞ്ഞിരിക്കുന്ന വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. അപ്പൊ ഈ വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുന്നത് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ യോഹന്നാൻ എഴുതിയ ലേഖനത്തിലെ 1-ാം ലേഖനത്തിന്റെ ഭാഗം 5-ാം അധ്യായത്തിന്റെ ഭാഗം വായിച്ച് ചിന്തിച്ചെങ്കിൽ മാത്രമേ കർത്താവ് പറഞ്ഞതിന്റെ പൂർണ്ണത മനസ്സിലാക്കിയത്. അവിടെ ഒന്ന് യോഹന്നാൻ എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിന്റെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗം അന്ന് രാത്രി വായിച്ച് നമുക്കതിന്റെ അർത്ഥതലത്തിലേക്ക് പ്രവേശിക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്ന 5-ാം അധ്യായം അതിന്റെ 6 വാക്യങ്ങൾ. ജലത്താലും രക്തത്താലും വന്നവൻ ഇവനാകും, യേശു ക്രിസ്തു തന്നെ. ജലത്താൽ മാത്രമല്ല, ജലത്താലും രക്തത്താലും തന്നെ. ആത്മാവ് സാക്ഷ്യം പറയും, ആത്മാവ് സത്യമല്ലോ. സാക്ഷ്യം പറയുന്നവർ 3 ഉണ്ട്: ആത്മാവ്, ജലം, രക്തം. ഈ 3-ന്റെയും സാക്ഷ്യം ഒന്ന് തന്നെ. നാം മനുഷ്യരുടെ സാക്ഷ്യം കൈക്കൊള്ളുന്നുവെങ്കിൽ ദൈവത്തിന്റെ സാക്ഷ്യം അതിലും വലുതാകും. ഇവിടെ മലയാളത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതും ഇംഗ്ലീഷ് രേഖപ്പെടുത്തിയിരിക്കുന്നതും തമ്മിൽ ഒരു ഇച്ചിരി വ്യത്യാസമുണ്ട്. അതിനകത്ത് മലയാളത്തിൽ അതിനകത്ത് ഒരു സെന്റൻസ് ആഡ് ചെയ്തിട്ടില്ല. എന്നാൽ ഇംഗ്ലീഷിൽ അത് ഒരു വാക്യം കൂടി അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്, കൂട്ടി എഴുതിയിട്ടുണ്ട്. ഇത് ഇംഗ്ലീഷ് ബൈബിളുമായിട്ടൊന്ന് താരതമ്യം ചെയ്ത് പഠിക്കുമ്പോഴേ അത് മനസ്സിലാക്കുള്ളൂ. അതിനകത്ത് ഒരു ഭാഗം വിട്ടുകയാണെങ്കിൽ, എന്നാൽ ഇംഗ്ലീഷ് ബൈബിൾ വായിക്കുമ്പോഴാണ് നമുക്കിവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യത്തിന്റെ പൂർണ്ണമായിട്ടുള്ള ഒരു അറിവ് നമുക്ക് ലഭിക്കുന്നത്. ഇപ്പൊ ഞാൻ എഴുതിയ ലേഖനം അതിന്റെ 1-ാം അധ്യായം 5 മുതൽ 5-ാം അധ്യായത്തിലെ മലയാളത്തിൽ രേഖപ്പെടാത്ത ഒരു ഭാഗം, അത് രേഖപ്പെടുത്താത്തതിന്റെ അർത്ഥം അത് അവർ ഒരുമിച്ച് രേഖപ്പെടുത്തി, എന്നാൽ ഇംഗ്ലീഷ് പുസ്തകത്തിൽ ഇംഗ്ലീഷ് ഭാഷയിൽ അത് മുഴുവനും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ 5-ാം അധ്യായം 6, 7, 8 വാക്യം ഞാൻ വായിക്കാം. For there are 3 who bear witness in heaven, the Father, the Word, and the Holy Spirit, and these 3 are one. 8ാം വാക്യം. And there are 3 that bear witness on earth, the Spirit, the water, and the blood, and these 3 agree as one. സ്വർഗത്തിൽ സാക്ഷ്യം പറയുന്ന 3 പേരുണ്ട്. അത് പിതാവ്, വചനം, പരിശുദ്ധാത്മാവ്. ദൈവിക തൃത്വം എന്താണെന്ന് വ്യക്തമാക്കുകയാണ്. ആത്മാവാം ദൈവം എന്നുള്ളത് പിതാവാം ദൈവവും പുത്രനാകുന്ന ദൈവവും പരിശുദ്ധാത്മാവാം ദൈവമാകുന്നു. ആൻഡ് ദീസ് 3 ആർ വൺ. അതാണ് തൃത്വത്തിലെ ഏകത്വമെന്ന് നമ്മൾ പഠിപ്പിക്കും. പലരും ചോദിക്കുകയാണ്, തൃത്വം ഉണ്ടോ ബൈബിൾ? മലയാളത്തിൽ ഇത് ഇല്ലാതെ പോയതുകൊണ്ടാണ് പലപ്പോഴും നമുക്കത് പഠിപ്പിക്കാൻ കഴിയാതെ പോകും. എന്നാൽ ഇംഗ്ലീഷുമായിട്ട് നമ്മൾ എടുത്ത് പഠിക്കുമ്പോൾ നമുക്കത് വളരെ വ്യക്തമായി പഠിപ്പിക്കാതെ. അപ്പോൾ സ്വർഗത്തിൽ സാക്ഷ്യം പറയുന്ന 3 പേരുണ്ട്: പിതാവാം ദൈവം, പുത്രനാം ദൈവം, വചനവാൻ ദൈവം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതാ. എന്നാൽ ഭൂമിയിൽ സാക്ഷ്യം പറയാണ്. ആൻഡ് there are 3 that bear witness on earth. ഭൂമിയിൽ സാക്ഷ്യം പറയും. ഇതൊക്കെയാണ് the spirit, the water, and the blood, and these 3 agree as one. ഈ യോഹന്നാൻ സുവിശേഷം 1-ാം ലേഖനം, യോഹന്നാൻ എഴുതിയ ലേഖനത്തിന്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 7-ഉം 8-ഉം വാക്യങ്ങൾ
ഇംഗ്ലീഷ് ബൈബിളിൽ സ്വർഗത്തിൽ സാക്ഷ്യം പറയുന്നതിനെ കുറിച്ചും ഭൂമിയിൽ സാക്ഷ്യം പറയുന്നതിനെ കുറിച്ചും രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ മലയാളത്തിൽ അങ്ങനെ രേഖപ്പെടുത്തിയിട്ടില്ല. മലയാളം രേഖപ്പെടുത്തി ഇങ്ങനെയാണ്: ജലത്താലും രക്തത്താലും വന്നവൻ ഇവനാകുന്നു യേശു ക്രിസ്തു തന്നെ. ജലത്താൽ മാത്രമല്ല, ജലത്താലും രക്തത്താലും തന്നെ. ആത്മാവ് സാക്ഷ്യം പറയുന്നു. ആത്മാവ് സത്യമല്ലോ സാക്ഷ്യം പറയുന്നത്. മൂവർ ഉണ്ട് എന്ന് പറയും. മൂവർ ഉണ്ട്. ആത്മാവ്, ജലം, രക്തം, ഈ മൂന്നിന്റെയും സാക്ഷ്യം തന്നെ. ഭൂമിയിലുള്ളതിനെ കുറിച്ച് മാത്രമേ ഇവിടെ മലയാളത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളപ്പോൾ ഈ മൂവർ ആരാണെന്ന് വ്യക്തമാക്കി ഈ തിരുവഴുത്തിൽ, അപ്പൊ ഇത് മൂവറുണ്ട് എന്ന് പറയുമ്പോൾ ഇന്റർപ്രട്ടേഷൻ ചെയ്യാൻ കഴിയുന്നവർക്ക് വ്യാഖ്യാനിക്കാൻ കഴിയും. അതിന് ബുദ്ധിമുട്ടില്ല. മലയാളത്തിൽ ഇത് മതി. മൂവറുണ്ട്, സാക്ഷ്യം പറയുന്ന മൂവറുണ്ട്. ആരുടെ സാക്ഷ്യമാണ് യഥാർത്ഥമായ സാക്ഷ്യം? മനുഷ്യന്റെ സാക്ഷ്യമല്ല, ദൈവത്തിന്റെ സാക്ഷ്യം. സ്വർഗത്തിൽ സാക്ഷ്യം പറയുന്ന മൂവറുണ്ട്. എന്താ സാക്ഷ്യം പറയുന്നത് എന്നാ പറഞ്ഞിരിക്കുന്നത്? ക്രിസ്തുവിനെ കുറിച്ചുള്ള സാക്ഷ്യം. അപ്പൊ ഇവിടെ ഇത് ഞാൻ ദൈവികതത്വം ഒന്ന് വെളിപ്പെടുത്തി ഈ ഇംഗ്ലീഷ് ബൈബിളിന്റെ ആധികാരികത നിന്നുകൊണ്ട് പഠിപ്പിക്കാം. മനസ്സിലായി. ഇവിടെ മൂവർ ഉണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത് സ്വർഗത്തിൽ സാക്ഷ്യം പറയുന്ന ദൈവിക തൃത്വമാണ് ഭൂമിയിൽ സാക്ഷ്യം പറയുന്നത്. അതാരാണെന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഈ ഇവിടെ പറഞ്ഞിരിക്കുന്ന വെള്ളം എന്താണ്, ആത്മാവ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയെടുത്തിട്ട് ഇതുമായിട്ട് പഠിച്ച് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് യേശു ക്രിസ്തു ആരാകുന്നു, നിത്യജീവൻ എന്താണെന്നുള്ളതും ദൈവരാജ്യം എന്താകുന്നുള്ളതും വീണ്ടും ജന്മം എന്താകുന്നുള്ളതും മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. ഇന്ന് സമയം പോയതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്താം. ദൈവം നാളെ നമുക്ക് അതേക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാം. അപ്പൊ ഇവിടെ ദൈവതൃത്വത്തേക്ക് ഇപ്പം ഈ ദൈവതൃത്വത്തെ കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. സ്വർഗത്തിൽ സാക്ഷ്യം പറയുന്ന മൂവരുണ്ട്. ആരൊക്കെയാണ്? ദ ഫാദർ എന്ന് പറഞ്ഞാൽ പിതാവാം ദൈവം, ദ വേർഡ് യേശു ക്രിസ്തു, ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവ്. ഇതല്ലേ നമ്മൾ പറയുന്ന പിതാവാം ദൈവം, പുത്രനാം ദൈവം, പരിശുദ്ധാത്മാവന്റെ ഈ മൂവർ ഉണ്ട്. ഭൂമിയിൽ അതിനെക്കുറിച്ച് യേശു ക്രിസ്തു പറഞ്ഞത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവെന്ന് വ്യക്തമായി അന്ന് അവരോട് പറയാതെ കർത്താവ് മറും അവരോട് പറഞ്ഞു, വെള്ളത്താലും രക്തത്താലും ആത്മാവിനാലും രക്തത്താലും ജനിക്കും. അപ്പം ആത്മാവാം ദൈവം പിതാവാം ദൈവത്തെയും വചനമാം ദൈവം കൂടെ കൂടിയപ്പോൾ ജീവനാകുന്ന പരിശുദ്ധാത്മാവുന്ന ക്രിസ്തു ജഡമായി ലോകത്തിൽ വന്നു. അതാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജലത്താലും രക്തത്താലും ജനിച്ചവൻ തന്നെ. ജലത്താലും രക്തത്താലും വന്നവൻ ഇവനാകുന്നു യേശു ക്രിസ്തു തന്നെ. ജലത്താൽ മാത്രമല്ല, ജലത്താലും രക്തത്താലും തന്നെ ആത്മാ വന്നു. അപ്പം യേശു പറഞ്ഞു, സാക്ഷ്യം കർത്താവ് പറഞ്ഞത്, നീ ജനിക്കേണ്ടത്, വീണ്ടും ജനിക്കേണ്ടത് ആത്മാവിനാലും രക്തത്താലുമാകും. നീ യേശു ക്രിസ്തു അവിടെ പറഞ്ഞിരിക്കുന്ന യോഹന്നാൻ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത്, ദൈവരാജ്യം കാണണമെങ്കിൽ വീണ്ടും ജനിക്കണം, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തെ കടപ്പാൻ കഴിയത്തില്ല. ഇവിടെ വീണ്ടും ജനനം ഉണ്ടാകണമെങ്കിൽ നമ്മൾ വചനമാകുന്ന ക്രിസ്തുയേശുവിന്റെ വചനത്താലും ആത്മാവാകുന്ന പിതാവാം ദൈവത്താലും വീണ്ടും ജനിക്കുമ്പോഴാണ് ജീവനാകുന്ന നിത്യജീവൻ നമ്മൾ പ്രാപിക്കുന്നത്. പരിശുദ്ധമാവിനെ കാണിക്കും. അതുകൊണ്ടാണ് വെള്ളത്താലും ആത്മാവിനാലും വെള്ളത്താലും ജനിച്ചില്ല എങ്കിൽ പരിശുദ്ധാത്മാവാകുന്ന ജീവനുള്ള ദൈവരാജ്യം നിനക്ക് കാണാൻ കഴിയത്തില്ല. പരിശുദ്ധാത്മാവിന്റെ ആ ജീവനുള്ള ദൈവരാജ്യത്തിൽ അംഗമാകണമെങ്കിൽ നിക്കോദോമസേ, നീ പിതാവാം ദൈവത്താലും അവന്റെ പുത്രനാകുന്ന ക്രിസ്തുവിനാലും ജനിച്ചെങ്കിൽ മാത്രമേ നിന്നിൽ രക്തമാകുന്ന ജീവൻ, രക്തത്തിൽ ജീവൻ അടങ്ങിയിട്ടുണ്ട്. ആ ജീവൻ പിതാവാം ദൈവത്തിന്റെ പുത്രനാം ദൈവത്തിന്റെ രക്തമാകുന്ന ജീവൻ നിത്യജീവനായി ഒരുവിൽ ഉണ്ടാകണമെങ്കിൽ ആത്മാവാകുന്ന പിതാവാം ദൈവത്താലും വചനമാകുന്ന ക്രിസ്തുയേശുവിനാലും ജനിക്കുന്നവർക്കേ ഈ ജീവനാകുന്ന ജീവനാകുന്ന പരിശുദ്ധാത്മാഭിഷേകത്തിൽ പരിശുദ്ധാത്മാവിലുള്ള വീണ്ടും ജന്മം പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. അതാണ് രക്തത്തെ കുറിച്ച് പറഞ്ഞത്. എന്നാൽ യേശുക്രിസ്തു പറഞ്ഞു, അവൻ യേശുക്രിസ്തു വന്നത് യേശുക്രിസ്തു ജലത്താൽ മാത്രമല്ല, ജലത്താലും രക്തത്താലും തന്നെ ആത്മാ. അപ്പം യേശുക്രിസ്തു ജനിച്ചപ്പോൾ നമ്മൾ വീണ്ടും ജനിക്കുന്ന പോലെയല്ല, വചനമായിരിക്കുന്നവൻ ജഡത്തിൽ ജീവനായി വന്നപ്പോൾ അത് പിതാവാം ദൈവത്തിന്റെ ആവാസമായി ക്രിസ്തു മാറി. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ക്രിസ്തു ജലത്താലും രക്തത്താലും വന്നവൻ ഇവനാകുന്നു. പരിശുദ്ധാത്മാവ് മറിയുടെ ഉദരത്തിൽ ക്രിയ ചെയ്തപ്പോൾ ആ വചനമാകുന്ന ക്രിസ്തു ജഡമായി തീരുകയും
ആത്മാവാകുന്ന പിതാവാം ദൈവം അവനിൽ ആവസിക്കുകയും ചെയ്തു. അതാണ് സർവസമ്പൂർണമായിരിക്കുന്ന ക്രിസ്തു. അവനിലാണ് ദൈവത്തിന്റെ സമ്പൂർണതയും നിറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ക്രിസ്തുവിൽ, അപ്പൊ യേശു ക്രിസ്തു എങ്ങനെയാ വന്നത്? അവൻ വന്നത് ജലത്താൽ മാത്രമല്ല, ജലത്താലും രക്തത്താലും തന്നെ. ആത്മാവ് സാക്ഷ്യം പറയുന്നു, ആത്മാവ് സത്യമല്ലോ. സാക്ഷ്യം പറയുന്നത് മൂവരുണ്ട്, ആത്മാവ്, ജലം, രക്തം. ഈ മൂന്നിന്റെയും സാക്ഷ്യം ഒന്ന് തന്നെ. അപ്പോൾ പിതാവാം ദൈവത്തിന്റെ ശക്തി, പരിശുദ്ധാത്മാവാം ദൈവം അത് മറിയുടെ ഉദരത്തിൽ അത് ക്രിയ ചെയ്തപ്പോൾ അത് ജീവനുള്ള ആ ക്രിസ്തു അവിടെ ജഡത്തിൽ വചനം ജഡമായി തിരികെയും പരിശുദ്ധാത്മാവ് അവന്റെ ഉള്ളിൽ രക്തമായി, ജീവരക്തമായി മാറ്റപ്പെടുകയും അതിൽ പിതാവാം ദൈവം ആത്മാവാം ദൈവം വസിക്കുകയും ചെയ്തു. ഇതാണ് പിതാവാം ക്രിസ്തു യേശുവുണ്ടായിരുന്ന ദേഹം, ദേഹി, ആത്മാവ് എന്നുള്ളത്. നാം വീണ്ടും ജനിക്കുമ്പോൾ നമ്മൾ വീണ്ടും ജനിക്കുന്നത് പിതാവാം ദൈവത്തിന്റെ ഇഷ്ടത്താൽ. വചനമാകുന്ന ക്രിസ്തുവിനാൽ നാം വീണ്ടും ജനിക്കുമ്പോൾ നമ്മളിൽ ഒഴുകുന്നത് കുഞ്ഞാടിന്റെ രക്തമാകുന്ന അവനിൽ വ്യാപരിച്ച പരിശുദ്ധാത്മാവാണ് നമ്മൾ വ്യാപരിക്കുന്നത്. അതാണ് ദൈവരാജ്യത്തിന്റെ അംഗങ്ങളായി തീരുന്നത്. രാത്രിയിൽ കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. ദൈവിക തത്വം ദൈവത്തിലുണ്ട്, ദൈവത്തിന്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ മർമ്മങ്ങൾ മനസ്സിലാകാൻ വേണ്ടി ആണ് നിക്കോദെമോസ് പറഞ്ഞത്, നിക്കോദെമോസേ, നീ വീണ്ടും ജനിക്കണമെങ്കിൽ പിതാവിന്റെ ഇഷ്ടപ്രകാരം വചനം കേട്ട് വചനത്താൽ നീ ജീവൻ പ്രാപിച്ചു കഴിയുമ്പോൾ, നീ വന്നു കഴിയുമ്പോൾ പിതാവാൻ ദൈവവും പുത്രനാണ് ക്രിസ്തുവും കൂടി ഒരുവനിൽ പ്രവർത്തിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ അതെ ആ ജീവൻ, രക്തം, പുതിയ ജീവൻ, നിത്യജീവൻ ആരംഭിക്കും. അതിനെയാണ് നിത്യജീവൻ, വീണ്ടും ജനനം എന്ന് പറയുന്നത്. അത് പ്രാപിച്ചെടുത്ത എല്ലാ ദൈവമക്കൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ദൈവത്തെല്ലാം എഴുതിയിട്ടുണ്ട്, ദൈവതൃത്വത്തെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. സ്വർഗത്തിൽ സാക്ഷ്യം പറയുന്ന ഫാദർ, ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്നതാണ്. അപ്പം ജലം എന്ന് പറഞ്ഞിരിക്കുന്നത് വചനത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു, വേഡ്. രക്തം എന്ന് പറയുന്നത് ഹോളി സ്പിരിറ്റിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ആത്മാവെന്ന് പറയുന്നത് പിതാവാൻ ദൈവത്തെ കുറിച്ചാണ്. സംശയമില്ലാന്ന് വിചാരിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കണ്ണുകളടയ്ക്കാൻ നമുക്ക്